ഹലോ എവരിവൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. പിമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് ദിനേനയെന്നോണം സംഘടിപ്പിച്ചു വരുന്ന വ്യത്യസ്തമായിട്ടുള്ള വെബിനാറുകളുടെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിമ്പിൾ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം സൈക്കോ തെറാപ്പികളും കൗൺസിലിങ്ങുകളും അതേപോലെ തന്നെ മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് അത്തരം മേഖലകളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ തന്നെ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഏറ്റവും മനോഹരമായിട്ടുള്ള വേദിയായിട്ടാണ് പിമ്പിൾ അക്കാദമിയുടെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളെ നമ്മൾ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 3000-ലധികം ലേണേഴ്സ് സൈക്കോ തെറാപ്പികളും കൗൺസിലിങ്ങുകളും തുടങ്ങിയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് നമ്മളിൽ നിന്ന് പുറത്തിറങ്ങി. ഇന്നത്തെ നമ്മുടെ ഫാക്കൽറ്റി ആയിട്ടുള്ള നിസാവ് സാറിൻ്റെ കീഴിലായിട്ട് നമ്മൾ CBTയുടെ ഏകദേശം 16 ബാച്ചുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 1000-ലധികം ലേണേഴ്സാണ് CBTയുടെ 5 days വർക്ക്ഷോപ്പ് മാത്രം അറ്റൻഡ് ചെയ്തത്. അങ്ങനെ നിരവധി മെന്റൽ ഹെൽത്ത് മേഖലയിലുള്ള പ്രൊഫഷണൽസ് ആണ് നമ്മുടെ പിമ്പിൾ അക്കാദമിയുടെ പ്ലാറ്റ്ഫോമിലുള്ളത്. തീർച്ചയായിട്ടും നോളജുകൾ ഷെയർ ചെയ്യുമ്പോഴും പുതിയ നോളജുകൾ നമ്മൾ അക്വയർ ചെയ്യുമ്പോഴും നമ്മളുടെ സ്കിൽസിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് കുതിക്കാൻ സാധിക്കുക. അത്തരത്തിൽ ഇവിടെ നോളജുകൾ ഷെയർ ചെയ്യപ്പെടുകയാണ്. കൂടുതൽ ആളുകളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിസാവ് സാറിൻ്റെ കീഴിലായിട്ട് ഒരുപാട് തെറാപ്പികൾ സൗജന്യമായിട്ട് തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരുപാട് വെള്ളിയാഴ്ചകളിൽ വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പികൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ എല്ലാം റെക്കോർഡുകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ സ്കീമ തെറാപ്പി ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സ്കീമ തെറാപ്പി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സ്കീമ തെറാപ്പി മാത്രമായിട്ടുള്ള വെബിനാറുകൾ നമ്മൾ നേരത്തെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ ലേണേഴ്സിനെയും ഈ ഒരു വെബിനാറിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫാക്കൽറ്റി നിസാവ് സാറ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാറിനെയും ഈ ഒരു സെഷനിലേക്ക് വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിസാവ് സാറിൻ്റെ കീഴിലായിട്ട് 3 ദിവസത്തെ സ്റ്റുഡൻസ് കൗൺസിലിംഗ്, എങ്ങനെയാണ് സ്റ്റുഡൻസിനെ കൗൺസിലിംഗ് ചെയ്യേണ്ടത്, അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ എങ്ങനെ നേരിടും എന്നതുമായിട്ട് ബന്ധപ്പെട്ട് നാളെ മുതൽ 3 ദിവസത്തെ സ്റ്റുഡൻസ് കൗൺസിലിംഗ് ഒരു വർക്ക്ഷോപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം CBTയുടെ 17ാമത്തെ ബാച്ച് 5 days വർക്ക്ഷോപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ താല്പര്യപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിസാവ് സാറിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. നിസാവ് സാർ, പ്ലീസ്. Okay, thank you. Hello, good evening. Good evening, sir. Okay, എന്താണ് വിശേഷങ്ങളെല്ലായിരുന്നു? എന്താണ് വിശേഷം ഷിലാമ? പറയൂ, കുറെ ആയല്ലേ കണ്ടിട്ട്. ഒരു മെസ്സേജ് അയച്ചിരുന്നു, റീപ്ലൈ തരാൻ പറ്റിയിട്ടില്ല, കുറച്ച് തിരക്കിലായിപ്പോയി. മൈക്ക് ഓഫാണ്. ഓക്കെ, സന്തോഷം സാറേ. സുഖം. ഓക്കെ, ഞാൻ റീപ്ലൈ തരാം കേട്ടോ. ഓക്കെ, നമ്മളെ ഇന്നത്തെ ഒരു എല്ലാവരും സന്തോഷം സമാധാനം ഉണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്കിലേക്ക് തന്നെ നമുക്ക് പോവാം. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മളൊക്കെ ഒരു കൗൺസിലിംഗ് തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടമായിരിക്കും പല കേസുകൾ എടുക്കാൻ. അതിൽ പ്രത്യേകിച്ച് നമുക്ക് എന്താണ് ഒരു ആങ്സൈറ്റി, ഡിപ്രഷൻ,
ഇങ്ങനത്തെ കേസുകൾ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വളരെ താല്പര്യത്തോടു കൂടി നമ്മൾ അത് എടുക്കും. എന്താണ് വളരെ സക്സസീവ് ആയിരിക്കും. അതേ സമയത്ത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ നിങ്ങളുടെ മുമ്പിൽ വന്നാൽ, അല്ല നമ്മുടെ മുമ്പിൽ വന്നാൽ, നമ്മൾ എന്താണ് നല്ല രീതിയിൽ അസസ്മെന്റ് ഒക്കെ എടുത്ത് കുറച്ചങ്ങോട്ട് മുന്നോട്ട് അങ്ങോട്ട് പോകും. അസസ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സ്റ്റെക്കാണ്. ഈ ഒരു ക്ലയന്റിന് നമ്മൾ എന്താ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അത് വല്ലാത്ത പലർക്കും, എനിക്കൊക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. നമ്മൾ ആ കേസ് പൂർണ്ണമായിട്ട് കേൾക്കും, അസസ്മെന്റുകൾ എടുക്കും, ട്രീറ്റ്മെന്റ് പ്ലാനുകൾ നോക്കുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റെക്ക് ഫീൽ ചെയ്യുക, എന്താ ഈ ഒരു ക്ലയന്റിന് കൊടുക്കുക എന്നുള്ളത്. അതേപോലെ കാരണം നമുക്ക് എന്താണ് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ പേഴ്സണാലിറ്റി ഡിസോർഡറുകളെ പറ്റി നമുക്ക് ഉണ്ടാവണം. അവരുടെ സിംറ്റംസുകൾ പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെയാണ് അതെങ്ങനെയാണ് ഈ ഒരു സിംറ്റംസ് വന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടും പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ആരംഭിച്ചിട്ടുള്ളത്, നമ്മൾ എയർലി എക്സ്പീരിയൻസ്, അത് തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. പക്ഷെ ഇന്നത്തെ നമുക്കൊരു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ നമുക്ക് ഈ ഒരു സ്കീമ തെറാപ്പി എങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുപോകാം. സാറ് പറഞ്ഞതുപോലെ നമുക്ക് മുമ്പ് സ്കീമ തെറാപ്പിയുമായിട്ട് മുമ്പ് ഒരു സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. എല്ലാവരും കേൾക്കാതെ അറിയാത്തവരും അറിഞ്ഞവരൊക്കെ ഒന്നുകൂടി റിപ്പീറ്റഡ് ആയി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ തെറാപ്പിയിലേക്ക് പൂർണ്ണമായിട്ട് എന്താണ് നമുക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നറിയാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് എന്താണ് ഒരു ബോർഡർ ലൈൻ ഡിസോർഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ CBT-യിലൊക്കെ ഒരു 5 ഡേയ്സിലൊക്കെ വിശദമായിട്ട് കുറേയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ചെറിയൊരു ഡെഫിനിഷൻ പറയാം. നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ബോർഡർ ലൈൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ്, ഞാൻ ആരെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഒന്ന് സ്നേഹിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ റിലേഷൻഷിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അവരെന്നെ വിട്ടു പോകുമോ എന്നുള്ള ഒരു ഉൾഭയത്തോടു കൂടി കഴിയുന്ന ആളുകളായിരിക്കും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ. അവർക്ക് എപ്പോഴും എന്താണ് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. പല മേഖലകൾ എന്താണ് നിമിഷങ്ങൾക്കകം അവർക്ക് എന്താണ് അവരുടെ മെന്റാലിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ അവരെ ഇമോഷൻസ് എന്താണ് അവർക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്. പിന്നെ അതേപോലെ ആളുകളുമായിട്ടുള്ള വല്ലാത്ത ഇന്ററാക്റ്റീവ് പ്രശ്നങ്ങൾ ഉണ്ടാവും. കുടുംബത്തിൽ വല്ലാത്ത പ്രശ്നങ്ങൾ അവരുണ്ടാക്കും. പെട്ടെന്നുള്ള ഒരു അഗ്രസീവ് ആയിട്ടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവും. അതേപോലെയാണ് സൂയിസൈഡ് ആക്ടിവിറ്റീസ്, അവർക്ക് എന്താ തോട്ട്സുകൾ കൂടും, അവർ ചെയ്യാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതേപോലെ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ അവർക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടത് പറ്റുന്ന ഒരവസ്ഥയിലായിരിക്കും ഇങ്ങനത്തെ ആളുകൾ. ഏറ്റവും കൂടുതൽ അവർക്ക് ഏറ്റവും ഡെയിലി ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങൾ തന്നെയായിരിക്കും അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുക. ചിലപ്പോൾ കുടുംബത്തിലായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികൾക്കിടയിലായിരിക്കാം, അല്ലെങ്കിൽ പാരന്റിന്റെ ഇടയിലായിരിക്കാം. എനിവേ എല്ലാത്തിലും എന്താണ് അവർക്ക് ഡെയിലി ലൈഫിൽ, ദൈനംദിന ജീവിതത്തിൽ അവർക്ക് മുന്നോട്ടുണ്ടാകുന്ന എല്ലാ കാര്യത്തിലും അവർക്ക് ഈ ഒരു ഇമോഷൻസുമായിട്ട് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോ സാധാരണയായിട്ട് ഒരു നോർമലി ആയിട്ട് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ക്ലിനിക്കൽ ലെവലിൽ നമ്മൾ എന്താണ് സെറ്റിങ്സിൽ നോക്കുമ്പോൾ ഒരു ഒരു 1.1 മുതൽ എന്താണ് 2.5 വരെ ആളുകൾക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഔട്ട്സൈഡ് നോക്കുമ്പോൾ, അതായത് നമ്മൾ എന്താണ് ആരും ട്രീറ്റ്മെന്റ് വരാത്ത ആളുകൾക്ക്, അതായത് ട്രീറ്റ്മെന്റ് ഇരിച്ചപ്പോൾ നമുക്ക് അയാളെ കുറിച്ച് അറിയില്ല, നമുക്ക് എന്തായാലും സെൻസർ പ്രകാരം കണക്ക് കിട്ടുന്നത് എങ്ങനെ ഇൻപേഷ്യന്റ് ആയിട്ടാണ്, ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ക്ലിനിക്കൽ ലെവലിലോ വരുന്ന ആളുകൾക്കിടയിലാണ് നമുക്ക് കണക്ക് കിട്ടുന്നത്. പക്ഷെ നോർമലായിട്ട് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എന്താണ് 2.5 വരെ ഈ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആളുകൾ കാണാറ്. ഇനിയിപ്പോ ചികിത്സിക്കുന്ന ഒരു കൂട്ടത്തിലാണ് 20% മുതൽ 50% വരെ ഈ ഒരു സെൻസസ് പ്രകാരം, കണക്ക് പ്രകാരം ഇങ്ങനത്തെ ഒരു പ്രിവിലിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഇടുന്നുണ്ട്. പിന്നെ അതേപോലെ ഇതിന്റെ ഈ ഒരു ബോർഡർ ലൈൻ വരാനുള്ള കാരണങ്ങൾ എന്താണ് നമുക്കറിയാം. ഒരുപാട് സിംറ്റംസുകൾ, പ്രധാനമായിട്ടും മൂഡ് ഡിസോർഡർ ഉള്ള ആളുകൾക്ക് ഇത് വരാനുള്ള സാധ്യതകളുണ്ട്. ആങ്സൈറ്റി ഡിസോർഡറുകൾ, പിന്നെ അതേപോലെ സബ്സ്റ്റാൻസ് യൂസേഴ്സിന് ഉണ്ടാവും. അതേപോലെ ഈറ്റിംഗ് ഡിസോർഡർ, പിന്നെ നിങ്ങൾ ടിക്സ് ഡിസോർഡർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ PTSD പോലെയുള്ള മുമ്പ് എന്തെങ്കിലും ട്രോമയും കാര്യങ്ങളും അനുഭവിച്ചിട്ട ആളുകളൊക്കെ എന്താണ് ഈ ഒരു കോമോർബിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഈ അസുഖം വരുന്നതിന് മുമ്പുള്ള അവർക്ക് അവസ്ഥയാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അവർക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഇതൊരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഒരു പേഷ്യന്റ് അല്ലെ ക്ലയന്റിന് സാധാരണയായിട്ട് ഡിസോർഗനൈസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പിന്നെ ഒരു ഡിസോർഗനൈസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ പോലെയാണ് ഇവർക്ക് വരിക. അതായത് അവർക്ക് ചിലപ്പോൾ പാരന്റിൽ നിന്നോ അല്ലെങ്കിൽ കെയർ ടേക്കറിൽ നിന്നോ എന്താണ് അവർക്ക് കിട്ടാത്ത ചില എന്താണ് സ്നേഹവും വാത്സല്യവും കിട്ടാത്ത ചെറുപ്രായത്തിൽ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് തുടക്കത്തിൽ തന്നെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ എന്താണ് കൂടുതലായിട്ടും ഉണ്ടാവും.
അപ്പൊ ഒരു കുട്ടി വളരെയധികം വളരെ സ്ട്രിക്റ്റ്ലി ആയിട്ട് വളർന്നൊരു കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ വളരെയധികം ഡിപ്പെൻഡന്റ് ആയിട്ട് വളർന്നിട്ടുള്ള ഒരാളാണെങ്കിൽ പിന്നീട് അയാളുടെ ലൈഫിൽ വല്ലാത്തൊരു പ്രയാസങ്ങളിലേക്ക് പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഇതുമായിട്ട് നമുക്ക് നോക്കുമ്പോൾ എന്താണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓവറോൾ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് അറിയാം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്താണ് എന്ന്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ തെറാപ്പി ഒരു സെഷനിലേക്ക് എങ്ങനെയാണ് തെറാപ്പി സെഷൻ എന്ന് നമുക്ക് കൂടുതലായിട്ട് അതാണല്ലോ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ അതിലേക്ക് നമുക്ക് പോവാം. പ്രധാനമായിട്ടും ഒരു സ്കീമ തെറാപ്പി എന്ന് പറയുമ്പോൾ മുമ്പ് ചില ഒരു കൊഗ്നിറ്റീവ് തെറാപ്പിയുടെ അല്ലെങ്കിൽ CBTന്റെ ഒരു മറ്റൊരു പാർട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അറിയാം. കാരണം ഒരു കേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൂർണ്ണമായ ക്ലയന്റ് നമ്മളടുത്ത് വന്നു എന്ന് വിചാരിക്കുക. ആ ക്ലയന്റിന്റെ പൂർണ്ണമായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് എടുക്കണമെങ്കിൽ ഏർലി എക്സ്പീരിയൻസിലേക്ക് പോകണം. അവിടെയാണ് ഏർലി എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഈ ഒരു സ്കീമ തെറാപ്പിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു സ്കീമ എന്ന് പറയുന്നത് മുൻകഴിഞ്ഞു പോയിട്ടുള്ള, അതായത് ചെറുപ്പകാലത്ത് അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികൾ പാരന്റിൽ നിന്നും കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടുകൾ, അതേപോലെ ഈ ഒരു അഡോപ്റ്റഡ് ആയിട്ട് കുട്ടികൾക്ക്, അതേപോലെ എന്തെങ്കിലും ചെറുപ്രായത്തിൽ ട്രോമയോ അബ്യൂസോ നടന്നു വന്നിട്ടുള്ള കുട്ടികളൊക്കെ അവർക്കുള്ള പ്രയാസങ്ങളും അവർക്ക് ഉള്ളിൽ കിടക്കുന്ന തെറ്റായി കിടക്കുന്ന ഡീപ്പായി കിടക്കുന്ന നെഗറ്റീവായ ചിന്തകളെയും വിശ്വാസങ്ങളെയും ഒന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയ അവർക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമ തെറാപ്പി കൊണ്ടുള്ള ഉദ്ദേശം. പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിലെ സ്കീമ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. CBTനേക്കാളും വ്യത്യസ്തമായിട്ട് ഈ ഒരു തെറാപ്പി എന്തുകൊണ്ടാണ് ഇതിലേക്ക് പോകുന്നത്? കാരണം സ്കീമ എന്ന് പറയുന്നത് അതിന്റെ മീനിങ് തന്നെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള തെറ്റായിട്ടുള്ള ധാരണകളെ തിരിച്ചറിയുക, അവരുള്ള പ്രയാസങ്ങളെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അത് മെയിൻ ആയിട്ട് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആളുകളായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് അനുഭവിച്ചിട്ടുണ്ടാവുക. അപ്പോ ഇതില് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു നമ്മൾ പറയുമ്പോൾ സമയത്ത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സിംഗ് ഡെവലപ്മെന്റ് ഇവർക്കിടയിൽ ഉണ്ടാവുന്നത് എന്നുള്ളത്. അപ്പൊ പ്രധാനമായിട്ടും ചെറുപ്പകാലത്ത് വൾണറബിൾ ചൈൽഡ് എന്ന് പറയുമ്പോൾ ഒരു നിസ്സഹായാവസ്ഥ എന്നൊക്കെ പറയല്ലോ, വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടുള്ള കുട്ടി, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ചെറുപ്പകാലത്ത് ഒരാൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞതുപോലെ BPD വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ ആംഗ്രി ചൈൽഡ്, അതായത് ആംഗ്രി ചൈൽഡ് എന്ന് പറഞ്ഞൊരു ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ അല്ലെങ്കിൽ അച്ഛനും അമ്മയും വേർപിരിച്ച് നിൽക്കുകയാണ്. ചിലപ്പോൾ കുട്ടി അമ്മയുടെ കൂടെ അച്ഛന്റെ കൂടെ എന്നുള്ള ആ ലെവലിൽ നിൽക്കുന്ന സമയത്ത് കുട്ടിക്ക് തോന്നുകയാണ് ഞാൻ ഉപേക്ഷിക്കപ്പെടാനുള്ള സാധ്യതകൾ. ഓൾറെഡി പാരന്റ് ഡൈവോഴ്സ്ഡ് ആണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാനും കൂടി അങ്ങനെ വേർപിരിഞ്ഞ് പോവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ആ ഒരു ഉപേക്ഷിക്കപ്പെടും എന്നുള്ള ചിന്ത കൊണ്ട് ആളുടെ വല്ലാത്ത അഗ്രസീവ് ആയിട്ടുള്ള ഒരു പെരുമാറ്റം, വലിയ രീതിയിൽ ADHD പോലെ അല്ലെങ്കിൽ ODD പോലെയുള്ള ഒരു സ്വഭാവത്തിലേക്ക് കുട്ടി ചെറുപ്രായത്തിൽ തന്നെ വരാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ ഇമ്പൾസീവ് ആൻഡ് ഡിസിപ്ലിൻ ചൈൽഡ് എന്ന് പറയുമ്പോൾ അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു കൃത്യത അല്ലെങ്കിൽ ഒരു നിയന്ത്രണമില്ലാത്ത ഒരു കുട്ടികളായിരിക്കും. അപ്പോ അതെങ്ങനെയാ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടിക്ക് പെട്ടെന്ന് ഒരു കാര്യം ചോദിച്ചാൽ അത് എനിക്ക് പെട്ടെന്ന് കിട്ടിക്കൊള്ളണം, അല്ല വല്ലാത്ത വാശി കാണിക്കുന്ന കുട്ടികൾക്കിടയിൽ എന്ത് പറഞ്ഞാലും കേൾക്കില്ല. പക്ഷെ ആൾക്ക് പറഞ്ഞ സ്പോട്ടിൽ സാധനം കിട്ടിക്കുക, എന്തായിക്കോട്ടെ, പുസ്തകമായിക്കോട്ടെ, പെന്നായിക്കോട്ടെ, ടോയ്സുകളായിക്കോട്ടെ, ചോക്ലേറ്റ് ആയി, എന്ത് പറഞ്ഞാൽ ആൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ആ രീതിയിലുള്ള ബിഹേവിയർ ഉള്ള കുട്ടികൾക്കിടയിൽ, അങ്ങനെ വളർന്നു വരുന്ന ആളുകൾക്കിടയിൽ. പിന്നെ ഡിറ്റാച്ച്ഡ് പ്രൊട്ടക്റ്റർ എന്ന് പറയുമ്പോൾ ഒരു അകന്നു നിൽക്കുന്ന, ഒരു പാരന്റിൽ നിന്നും എപ്പോഴും അകന്നു നിൽക്കുന്ന ആൾക്ക്, ചിലപ്പോ ഒരു കുട്ടി ജനിക്കുന്നു, പാരന്റ് അവര് പുറത്തേക്ക് ജോലിക്ക് പോവുക, അല്ലെങ്കിൽ അച്ഛൻ പ്രവാസിയാണ്, അമ്മ പുറത്ത് ജോലിക്ക് പോകുന്നു, കുട്ടിയെ നോക്കാൻ വീട്ടിൽ ചിലപ്പോൾ ഗ്രാൻഡ് ഫാദേഴ്സും ഗ്രാൻഡ് പാരന്റും ഒക്കെ അവരെ കൈക്കുണ്ടാവുക. ഇങ്ങനെ ഇടയിലൊക്കെ ആള് വല്ലാതെ അങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ആള് സൈലന്റ് മ്യൂട്ടിസം എന്ന് പറഞ്ഞതിൽ ആ ഒരു പൊസിഷനിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള സിംറ്റംസുകളൊക്കെ കുട്ടിക്ക് ചെറുപ്രായത്തിൽ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ പുണിറ്റീവ് പാരന്റ്, അത് വല്ലാത്തൊരു ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയാണ്. കാരണം എപ്പോഴും നമ്മളെ കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു ഒരു പാരന്റ്. അപ്പൊ ഒരു NPD പാരന്റ് ഒക്കെ ആണെങ്കിൽ ഈ കുട്ടികളെ നമ്മൾ പലപ്പോഴും അവരെ ഉപദ്രവിക്കുക. അവർക്ക് ഈ കുട്ടി മറ്റുള്ള ആളുകളുടെ ഇമോഷൻസ് ഒന്നും മനസ്സിലാക്കാൻ കഴിവൊന്നും NPD പോലുള്ള ആളുകൾക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ പാരന്റിനോട് പോലുള്ള സംശയാത്മകമായിട്ടുള്ള ഒരു പാരന്റ് ആണ് ഒരു കുടുംബത്തിലുള്ളത്.
ആ ഒരു സംശയം കാര്യങ്ങളൊക്കെ ഈ കുട്ടിക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം അയാൾ കാണിക്കുന്നതൊക്കെ കുട്ടി കണ്ടു പഠിക്കുകയാണ്. കുട്ടിക്ക് എന്താണ് കിട്ടുന്ന സപ്പോർട്ട് കിട്ടുന്നില്ല. പലതരത്തിൽ എപ്പോഴും ഉപദ്രവങ്ങളാണ്. ഇങ്ങനെ പോകുന്ന പാരന്റിൽ നിന്ന് കുട്ടിക്ക് ചിലപ്പോൾ ഇമോഷണൽ ആയിട്ട് എന്താണ് തീരെ തന്നെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു സ്വന്തം ഇമോഷൻ തന്നെ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് ഈ ചെറുപ്രായത്തിൽ തന്നെ കുട്ടി കിട്ടും. പിന്നെ അതേപോലെ അബാൻഡനിങ് പാരന്റ് എന്ന് പറയുമ്പോൾ ഈ പിന്നെ ഓൾറെഡി കുട്ടീനെ ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഓൾറെഡി അച്ഛനോ അമ്മയോ ആരും കൂടെ ഇല്ല. അങ്ങനത്തെ കുട്ടികൾക്ക് എന്താണ് ചെറുപ്രായത്തിൽ നിന്ന് ഒറ്റപ്പെടൽ ഫീലിങ്സ് അവർക്ക് ലൈഫിൽ ഉണ്ടാവും. പിന്നെ ആ ലൈഫിൽ നിന്നും കുട്ടിക്ക് ചിലപ്പോൾ ഒരു ഓർഫനേജിലായിരിക്കും, ചിലപ്പോൾ ആരെങ്കിലും അഡോപ്റ്റഡ് ആയിട്ട് പോയിട്ടുള്ളതായിരിക്കും. എങ്കിൽ പോലും എന്താണ് കുട്ടി ആ ഒരു 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 ബ്രെയിനിന്റെ വളർച്ച തുടങ്ങുന്ന സമയത്ത് തന്നെ ഉള്ളിലേക്ക് ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു ഫീലിംഗ് ചില കുട്ടികൾക്ക് വരാനും, അല്ലെങ്കിൽ അങ്ങനെ വളർന്നു വരുന്ന ആളുകൾക്ക് എന്താണ് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഹെൽത്തി അഡൽട്ട്, ഇതാണ് ശരിക്കും ഫൈനലി ആയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റിൽ മാറ്റേണ്ടത്, ഹെൽത്തി ആയിട്ടുള്ള. കാരണം ഒരു തെറാപ്പിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരു ബ്രെയിനിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. മുമ്പ് കഴിഞ്ഞിട്ടുള്ള അയാളുടെ പ്രയാസങ്ങളും ചിന്തകളൊക്കെ നമ്മൾ മനസ്സിലാക്കി എവിടെ നിന്നാണ് അയാൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ളത്, ആരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുള്ളത് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ എന്താണ് ഈ ഒരു ക്ലയന്റിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ 6 പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഫൈനലി നമ്മൾ എന്താണ് ഹെൽത്തി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ്. ഇതില് നമുക്ക് ഒരു സാധാരണ ഒരു BPD ഒരു പാത്ത് ഫേ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു PPT ചിലപ്പോൾ അങ്ങോട്ടൊക്കെ ജസ്റ്റ് മാറിപ്പോയിട്ടുണ്ട്. അത് ഓർഡറിലല്ല വന്നിട്ടുള്ളത്. ജസ്റ്റ് നോക്കട്ടെ, പെട്ടെന്ന് ഉണ്ടാക്കിയത് കൊണ്ട്. ഓക്കെ, എല്ലാരും ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പോ നമുക്ക് പ്രധാനമായിട്ടും ഒരു ക്ലയന്റ് വന്നാൽ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി വന്നാൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏത് ക്ലയന്റ് വന്നാൽ നമുക്ക് പ്രധാനമായിട്ടും 3 കണ്ടന്റുകളാണ് പ്രധാനം: ഫീലിങ്സ്, തിങ്കിങ്, ബിഹേവിയർ എന്ന് പറയുന്നത്. കാരണം അയാള് ഏറ്റവും കൂടുതൽ നമുക്ക് എന്താണ് ഇങ്ങനെ അനുഭവിച്ചു വരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും അയാളെ വികാരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ഒരു പ്രശ്നം അയാൾക്ക് പ്രസന്റ്ലി പ്രോബ്ലം എന്താണ് അയാൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ചിലപ്പോൾ വീട്ടുകാരെല്ലാം ചിലപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഒരു കേസിൽ ഒരു ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു കുട്ടി. അപ്പൊ ആ കുട്ടീന്റെ വീട്ടിൽ എന്താണ് നിരന്തരമായിട്ട് ആളുകൾ നീ അതിന് പോയിട്ടല്ലേ, മറ്റുള്ള ആൾക്ക് ഞങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് കേൾക്കാത്തത് കൊണ്ടല്ലേ നീ ആ റിലേഷൻഷിപ്പിൽ പോയിട്ടുള്ളത്. ഇങ്ങനെ നിരന്തരമായിട്ട് എന്താണ് മാനസികമായിട്ട് ഉപദ്രവം വെക്കുന്ന ഒരു പെൺകുട്ടിയാണ് നമ്മുടെ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ ആദ്യം അംഗീകരിച്ചു കൊടുക്കേണ്ടത് ഫീലിങ്സ് തന്നെയാണ്, ഫീലിങ്സ് ആണ്. ആ ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്ത് നമ്മൾ ഈ കുട്ടി അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ഡിസോർഡർ ഉള്ള കുട്ടി എന്താണ് നിലവിൽ അനുഭവിക്കുന്നത്. അതേപോലെ എന്താണ് ആ സമയത്ത് ചിന്തകൾ. ഇപ്പൊ നമ്മൾ ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് കറന്റ്ലി മെന്റൽ സ്റ്റാറ്റസ് നോക്കണം എന്ന് നമ്മൾ പറയാറില്ലേ? നമ്മുടെ മുമ്പിലിരിക്കുന്ന ആ ഒരു ക്ലയന്റ് നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്തത്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ ഈ ഒരു ഫീലിങ്സ്, അവരുടെ വൈകാരികമായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും ഇമോഷൻസ് എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത്, ആ ചിന്തകളിൽ നിന്നാണ് ഈ ഒരു ഇമോഷൻസ് കാരണം അവർക്ക് എന്തൊക്കെ ചിന്തകളാണ് അവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത്. ഈ ഒരു ചിന്തകൾ കാരണം എന്താണ് നമ്മുടെ പ്രസന്റ് മൊമെന്റിൽ നമ്മുടെ എന്ത് സ്വഭാവമാണ് കാണിക്കേണ്ടത്. ഈ ഒരു 3 കാര്യങ്ങളാണ് നമുക്ക് ട്രീറ്റ്മെന്റ് ആക്കി മാറ്റേണ്ടത്. പക്ഷെ ഇതൊരു ഏർലി എക്സ്പീരിയൻസിന് പോകുമ്പോൾ എന്താണ് അവരെ മുമ്പ് അനുഭവിച്ചിട്ടുള്ള വൈകാരികമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കണം, അവരുടെ നെഗറ്റീവായിട്ട് ചിന്തകളിൽ നിന്ന് നമുക്ക് പോകണം, അവരെന്തൊക്കെ സ്വഭാവമാണ് നമ്മളോട് ഈ ഒരു പ്രശ്നം കാരണം അവർക്ക് വന്നിട്ടുള്ളത് എന്ന് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോ ഇതില് ഏറ്റവും കൂടുതൽ ഈ ഒരു പാത്ത് ഫേയില് 3 കാര്യങ്ങളാണ്. ഒന്ന് ലൈഫ് ഓഫ് ഔട്ട്സൈഡ് തെറാപ്പി. ഔട്ട്സൈഡ് തെറാപ്പി എന്ന് പറയുമ്പോൾ നിലവിൽ അയാൾക്ക് ചിലപ്പോൾ പലതരത്തിൽ നമുക്ക് എന്താണ് ഈ ഒരു തെറാപ്പി കൊടുക്കേണ്ടത്. ഇപ്പൊ ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ടും അറിയുക എന്നുള്ളത്. മുമ്പ് ചെറുപ്പകാലത്ത് അനുഭവിച്ചിട്ട എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അറിയുക, ചോദിച്ചറിയുക, പൂർണ്ണമായിട്ട് ഒരു MSc റിപ്പോർട്ട് എടുക്കുന്നത് പോലെ. പിന്നെ എക്സ്പീരിയൻസ് വിത്തിൻ തെറാപ്പി, അതായത് ഈ ഒരു തെറാപ്പി കൊണ്ട് അയാൾക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത്.
കാരണം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സെഷനോ 2 സെഷനോ അയാൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു തെറാപ്പി സ്കീമ കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് എത്രത്തോളം ഇവിടുന്ന് അനുഭവങ്ങൾ പറയാനുണ്ട്, അല്ലെങ്കിൽ അയാൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ പാസ്റ്റ് എക്സ്പീരിയൻസ്, കഴിഞ്ഞു പോയിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾ എന്താണ് പൂർണ്ണമായിട്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഇന്നർ ഹീലിംഗ് പോലെ അയാൾക്ക് അന്ന് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ എന്താണ് ഇപ്പൊ നിലവിൽ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുന്ന ഒരു രീതിയിലൂടെയാണ് ഈ ഒരു തെറാപ്പികൾ പോകേണ്ടത്. ഔട്ട്സൈഡ് എന്ന് പറയുന്നതാണ് അയാൾ മുൻ കഴിഞ്ഞിട്ടുള്ള അയാളെ ഇപ്പൊ നിലവിൽ ചുറ്റുപാട് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നമ്മൾ അറിയുന്നു. അതിന് സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു തെറാപ്പി കൊണ്ട് അയാൾ എന്താണ് നേടാൻ പോകുന്നത്, എന്ത് എക്സ്പീരിയൻസ് ആണ് അയാൾക്ക് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ തെറാപ്പിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, ഈ തെറാപ്പി കൊണ്ട് എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് സ്വയം മനസ്സിലാക്കുക എന്നുള്ളത്. പിന്നെ പാസ്റ്റ് എക്സ്പീരിയൻസ് നോക്കുമ്പോൾ മുമ്പ് കഴിഞ്ഞിട്ടുള്ള ട്രോമയോ അബ്യൂസോ എന്ത് പ്രയാസമായിക്കോട്ടെ, ആ പ്രയാസങ്ങൾ എന്താണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് നല്ല രീതി പോസിറ്റീവ് ആയിട്ടുള്ള അന്ന് സംഭവിച്ചത് എന്താണ്, അത് എന്റെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്, അത് ഒരു സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അത് റിലേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനിയിപ്പോ ഒരു സ്ട്രക്ചർ ഓഫ് ട്രീറ്റ്മെന്റിലേക്ക് വരുന്ന സമയത്ത് പിന്നെ ആദ്യത്തെ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ പലതരത്തിലുള്ള ഇപ്പൊ ഒരു റാപ്പോ ബിൽഡപ്പിനൊക്കെ ഒന്നും വല്ലാത്ത ചിലപ്പോൾ ഒരുപാട് സെഷൻ എടുക്കേണ്ടി വരും. അപ്പോ ആ ഒരു സമയത്ത് നമുക്ക് ചിലപ്പോ ഇവരുമായിട്ട് നല്ലൊരു അസസ്മെന്റ് നടത്താനോ കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്ന ടൂൾസുകളൊന്നും ഇവർ എടുത്തുകൊള്ളണമെന്നില്ല. പിന്നെ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇവർ വന്ന ഉടനെ തന്നെ നമുക്കൊരു ബ്രീത്തിങ് എക്സസൈസോ റിലാക്സേഷനോ കൊടുക്കാൻ വെച്ചാൽ അവര് സമ്മതിക്കുകയില്ല, അവര് ചെയ്യില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അയാളുമായിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ, ചികിത്സയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് എന്താണ് അവരോട് കൂടുതലായിട്ട് സംസാരിക്കുക. നിങ്ങൾ എവിടുന്നാണ്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം പോലെ തന്നെ, എവിടുന്നാണ് വന്നിട്ടുള്ളത്, നിങ്ങൾ എന്തൊക്കെയാണ് അവസ്ഥകൾ, എവിടെയാണ് ജോലി ചെയ്യുന്നത്, കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ, ആ രീതിയിൽ ആ സമയത്ത് സംസാരിച്ച് നടക്കുന്ന സമയത്ത് തന്നെ എന്താണ് നമ്മൾ അസസ്മെന്റുകൾ ടൂൾസുകൾ കൊടുക്കണം. ഇയാൾക്ക് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്ന് നമുക്ക് ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഒരു പേഴ്സണാലിറ്റി ബോർഡർലൈൻ്റെ ഒരു അസസ്മെന്റ് ടൂൾസ് വെച്ചിട്ട് ആ ക്വസ്റ്റ്യനുകൾ വെച്ചിട്ട് അയാൾക്ക് കൊടുക്കുക എന്നുള്ളത്. പിന്നെ അതിന് ശേഷം എന്താണ് നമുക്ക് സ്കീമ മോഡ്, അതായത് ഈ ഒരു നിലവിൽ അയാൾക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് സ്കീമകൾ ഉണ്ട്, അയാൾ കോർ ബിലീഫുകൾ ഉണ്ട്, അതൊക്കെ എങ്ങനെയാണ് തന്റെ ലൈഫിൽ വന്നിട്ടുള്ളത്, അത് ക്ലയന്റിനെ ഒരു മോഡൽ പോലെ നമ്മൾ CBTയിലെ മോഡൽ പോലെ വരച്ച് പഠിപ്പിക്കാറില്ല, അതേപോലെ അയാളുടെ പ്രശ്നങ്ങൾ എന്താണ് അയാൾക്ക് വിവരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രാക്ടിക്കൽ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ എന്താണ് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ക്ലയന്റിന് കൊടുക്കണം. ഞാൻ എന്താണ് ഈ ഒരു തെറാപ്പി കൊണ്ട് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്, തെറാപ്പി ഇന്ന കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. കാരണം ആള് എപ്പോഴും ഒരു ഡള്ളായിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും, ഒന്നിനും വരെ എനർജറ്റിക് ഇല്ല. ഇനിയിപ്പോ വീട്ടിൽ സപ്പോർട്ടീവ് ആയിട്ട് ആരെ ചോദിച്ചാലോ വീട്ടുകാരും ഏകദേശം അങ്ങനൊക്കെ തന്നെ ആയിരിക്കും. കാരണം ഈ ഒരു ചിലപ്പോ കുട്ടിയുടെ സങ്കടത്തിലും ഒക്കെ അവർ എത്രയോ കാലം അവർ ബുദ്ധിമുട്ടുന്നുണ്ടാവും. ഇപ്പൊ കഴിഞ്ഞൊരു കേസ് ഒരു 3-4 ദിവസം മുമ്പ് വന്നിട്ടുള്ള ഒരു കേസിൽ പിന്നെ അതിന്റെ ഒരു സെഷൻ കഴിഞ്ഞിട്ടുള്ളൂ. കുട്ടി വല്ലാതെ അധികം എന്താണ് ബുദ്ധിമുട്ടാണ്. കാരണം ഫാമിലിയും അതേപോലെ ഡൗൺ ആണ് ഈ ഒരു കുട്ടിയുടെ അവസ്ഥ അന്വേഷിച്ചിട്ട് നോക്കുമ്പോൾ. അപ്പൊ മെന്റലി ആയിട്ടും ഫിസിക്കലി ആയിട്ട് സപ്പോർട്ട്, അപ്പൊ നമ്മളെന്താണ് ഫാമിലിനെ ആദ്യം എന്താണ് സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയിൽക്കൂടാണ് ആ കേസിലൊക്കെ പോകുന്നത്. അതേപോലെയാണ് നമ്മുടെ എന്താണ് ഈ ഒരു ബോർഡർ ലൈൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ബാക്കപ്പ് ആയിട്ട് നടക്കുന്ന ആളുകൾ പ്രാക്ടിക്കൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുമ്പോൾ ബാക്കപ്പ് ആയിട്ട് എന്താണ് സപ്പോർട്ടീവ് ആയി തെറാപ്പിസ്റ്റ് എന്നതിൽ നമ്മൾ മാത്രം പോരാ, ഫാമിലി സപ്പോർട്ടും അവരെ കൂടെ അവരൊക്കെ വേണം. പിന്നെ വീക്കിലി ആയിട്ട് എന്താണ് ഒരു 1-2 സെഷനൊക്കെ എന്താണ് വീക്കിലി 2 അങ്ങനെ ആക്കി കൊടുക്കുക. കാരണം ഇത് പെട്ടെന്ന് സാധാരണ ഒരു 13-15 സെഷനൊന്നും നിൽക്കില്ല. ചിലപ്പോൾ ഒരു വർഷങ്ങളോളം എടുക്കായിരിക്കും. ബോർഡർ ലൈനിലുള്ള ആളുകൾക്ക് എന്താണ് അതൊന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടി കുറേ സമയം എടുക്കും. അപ്പൊ ആ സമയം എടുക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ പതിയെ ഒരു ആദ്യത്തെ ഒരു 30 മിനിറ്റ് എന്താണ് ആളുമായിട്ട് സംസാരിക്കുക, കഴിഞ്ഞ സെഷനെ കുറിച്ച് സംസാരിക്കുക, എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്, അതിനുശേഷം എന്താണ് കൂടെ ജേർണലുകളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ ടൂൾസ് എടുക്കുക. അവിടുന്ന് തന്നെ ഒരു 10 മിനിറ്റ് ജേർണൽ എഴുതാൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക, എന്തെങ്കിലും മറ്റുള്ള സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ കൊടുക്കുക. വ്യക്തമായിട്ടൊരു ധാരണ നമ്മുടെ ക്ലിനിക്കൽ ലെവലിൽ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോ ഒരു സെഷൻ റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സ്കീമ കൊടുക്കുമ്പോൾ പ്രധാനമായിട്ടും ഇത് നമ്മൾ എന്താണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്, അല്ലെ ക്ലയന്റ് എന്താണ് നമ്മളോട് പറഞ്ഞത് അത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ സ്വയം ഇഷ്ടപ്രകാരമല്ല, ക്ലയന്റിന്റെ സമ്മതത്തോട് കൂടി ആയിരിക്കണം അത് റെക്കോർഡ് ചെയ്യേണ്ടത്. അത് എന്തിനാ റെക്കോർഡ് ചെയ്യണത്?
ഈ ഒരു ക്ലയന്റ് എന്താണ് അടുത്ത പ്രാവശ്യം വരുമ്പോ എന്താണ് ഇത് ഞാൻ എന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും കുറെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ആൾക്ക് ചെറിയ മാറ്റങ്ങൾ എന്താണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു സെഷന് മൂലം കുട്ടിക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ സെഷനിൽ എന്താണ് കുട്ടീനെ നമ്മൾ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചത് ഇങ്ങനെയൊക്കെയാണ്. വളരെയധികം ലോ ആയിട്ട് എനർജി ഇല്ലായിരുന്നു. വളരെ സങ്കടമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം എന്താണ് വന്നപ്പോൾ നിങ്ങൾ കുറെയൊക്കെ മാറിയിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ലെവൽ അവർക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ എന്താണ് അവരുടെ മെമ്മറിയിൽ ഒരു മെമ്മറി അറ്റൻഷൻ ഉണ്ടാക്കി കൊടുക്കാനും ഓർമ്മകൾ സൂക്ഷിക്കാനും കഴിഞ്ഞ പ്രാവശ്യം അതേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞത് തന്നെയാണ് വീണ്ടും നിങ്ങൾക്ക് പറയാനുള്ളത് എന്നൊക്കെ എന്താണ് നമുക്ക് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ വൈകാരികമായിട്ട് അവരെ ഇമോഷൻസ് ഒക്കെ നമുക്ക് എന്താണ് അവർക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ റെക്കോർഡിംഗ് എന്നുള്ളത്. കാരണം എന്താണ് നമ്മൾ വന്ന ഉടനെ എന്താണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യട്ടെ അതൊന്നും വേണ്ട. നമ്മൾ ഏകദേശം ഒരു ആള് നമ്മളുമായിട്ട് ഏകദേശം ഇണങ്ങി കഴിഞ്ഞു എന്ന് ആ സമയത്ത് നമുക്ക് സ്വയമായിട്ട് ചോദിക്കുക ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യട്ടെ നിങ്ങളെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. വീഡിയോ ഒന്നുമില്ല, വോയിസ് റെക്കോർഡ് മാത്രമാണ്. അവിടെ ഒരു മൊബൈൽ അവിടെ വെക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെമ്മറി പോലെയുള്ള കാര്യങ്ങൾ വെക്കുന്നു, റെക്കോർഡ് ചെയ്യുന്നു. അപ്പൊ അത് പ്രാക്ടിക്കൽ ആയിട്ട് ഞാൻ എന്താണ് ഇപ്പൊ അടുത്ത കാലത്ത് അവരുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ ഓൺലൈൻ മൊബൈലിൽ തന്നെ എന്താണ് ഞാൻ റെക്കോർഡ് ചെയ്തു. എന്നിട്ട് റെക്കോർഡ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തു. കാരണം ഓൺലൈൻ കേസുകൾക്ക് അത് അതേ നടക്കും. ഡയറക്റ്റ് ആയിട്ട് അവരുടെ മുമ്പിൽ വെച്ചിട്ട് നടക്കില്ല. അപ്പൊ അവരോട് പറഞ്ഞു ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ റെക്കോർഡ് അല്ല, വോയിസ് റെക്കോർഡാണ്. അത് നിങ്ങൾക്ക് അടുത്ത സെഷനിൽ എന്താണ് കഴിഞ്ഞ് നിങ്ങൾക്ക് അയച്ചും തരും. അപ്പൊ അതേപോലെ നമുക്ക് എന്താണ് അവരെ സമ്മതത്തോടു കൂടി റെക്കോർഡൊക്കെ ചെയ്യാം. ഇനിയിപ്പോ അതേപോലെ ഈ ഒരു ഫേസ് ഓഫ് ട്രീറ്റ്മെന്റിലേക്ക് വരുന്ന സമയത്ത് കേസ് കൺസെപ്റ്റലൈസേഷൻ ആണ്. നമ്മൾ ആ ഒരു കേസ് കൺസെപ്റ്റലൈസേഷൻ ചെയ്യുന്ന സമയത്ത് അവർക്കുണ്ടായിരുന്ന നമ്മൾ ആ ഒരു CBTന്റെ അതേ മോഡൽ തന്നെയാണ് ഇവിടെ സ്കീമയിലും. അവിടെ ഏറ്റവും കൂടുതൽ എയർലി എക്സ്പീരിയൻസ് ആണ് ആദ്യം. അതായത് ഒരുപാട് അവരെ തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ നമ്മൾ നോക്കുക. അവർക്ക് എന്താണ് കോപ്പിംഗ് സ്റ്റൈലുകൾ എന്തൊക്കെയാണ്. കോപ്പിംഗ് സ്റ്റൈൽ മീൻസ് ഈ ഒരു പ്രശ്നങ്ങൾ കാരണം താൽക്കാലികമായിട്ട് ഒരു ആശ്വാസത്തിന് വേണ്ടി അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഒരു മാനസികമായിട്ടും ബിഹേവിയറലായിട്ടും ഫിസിക്കലി ആയിട്ടും ഒക്കെ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നോക്കുക. പിന്നെ അതേപോലെ ട്രീറ്റിംഗ് ആക്സിങ് എന്ന് പറയുമ്പോൾ നിലവിൽ എന്തെങ്കിലും അവരെന്താണ് മെഡിറ്റേഷനോ എന്തെങ്കിലും മരുന്ന് ഫിസിക്കലി ആയിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ എന്തെങ്കിലും അസുഖത്തിന് ഇവർ മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ ക്രൈസിസ് മാനേജ്മെന്റിലേക്ക് വരുന്നതാണ് അവരുടെ ഈ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടപെടലാണോ നിലവിൽ അവർക്കുള്ളത്. അവരെ സേഫ്റ്റി, അതായത് വീട്ടിലാണെങ്കിൽ ഇപ്പൊ അവർ ഏത് ലൊക്കാലിറ്റിയിലാണ് ഏത് വീട്ടിലാണ് താമസിക്കുന്നത് അവരുമായിട്ടുള്ള ഒരു ഇടപഴകൽ എങ്ങനെയാണ്. പിന്നെ ആള് വളരെയധികം എന്താണ് സംസാരിക്കുന്ന ഒരാളാണോ അല്ലെങ്കിൽ ഇയാളെ പ്രശ്നങ്ങൾ വീട്ടുകാർ അറിയുന്നതാണോ, ഒരു സപ്പോർട്ടീവ് ആണോ എന്ന് നമ്മൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ ഈ ഒരു തെറാപ്യൂട്ടിക് ഇന്റർവെൻഷനിൽ വരുന്ന സമയത്ത് ആൾക്ക് എന്താണ് ഏറ്റവും കൂടുതൽ നമ്മളുമായിട്ടൊരു കൊളാബറേഷൻ. കാരണം നമ്മൾ പറയുന്നത് ചില ക്ലയന്റുകൾ എന്താണ് വല്ലാത്തത് നമ്മളെ ചിലപ്പോൾ തല്ലാനും ചിലപ്പോൾ നമ്മളെ തന്നെ തെറി പറയാനും ഒക്കെ സാധ്യതകളുണ്ട്. അപ്പോ ഈ ഒരു തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് എന്ത് തെറാപ്പി ഈ ഒരു സെക്സ് സ്കീമിൽ എന്ത് ടൂൾസ് ആണോ എന്ത് മോഡലാണ് കൊടുക്കുന്നത് അതനുസരിച്ച് അവരെ വില്ലിങ് ആവണം നമ്മളോട് കൂടെ എന്ന് സഹകരിക്കുന്ന രീതി. ആ സഹകരണം വരെ എന്താണ് നമ്മുടെ ഈ ഒരു സൈക്കോ എഡ്യൂക്കേഷനും പിന്നെ അതേപോലെ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പും ആ ഒരു തെറാപ്യൂട്ടിക് അലയൻസ് ഒക്കെ നല്ല റാപ്പബിലിറ്റി കണ്ടിന്യൂസ് ആയിക്കൊണ്ട് എപ്പോഴാണ് ഇവരെന്താണ് ഞാൻ ഓക്കെയാണ് ഒരു തെറാപ്പിക്ക് നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യാൻ തയ്യാറാണ് ആള് സ്വയം പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ ഒരു സ്കീമ നമ്മൾ തുടങ്ങാൻ പാടുള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ എന്താണ് ട്രീറ്റിംഗ് ചൈൽഡ്ഹുഡ് ട്രോമാസ്. കാരണം ഇപ്പൊ പ്രസന്റ്ലി പ്രോബ്ലങ്ങൾ നമ്മളോട് ചിലപ്പോൾ പല പ്രശ്നങ്ങളും ആള് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് ഈ ഒരു സ്കീമയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ മുമ്പ് കഴിഞ്ഞിട്ടുള്ള ഏർലി എക്സ്പീരിയൻസുകൾ തന്നെയാണ്. കുട്ടിക്കാലത്ത് അയാൾ എങ്ങനെയായിരുന്നു, അയാൾ എങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത്, അയാൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ചെറുപ്പകാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്, അത് വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞു അതിനെ നമ്മൾ എന്താണ് ട്രീറ്റ് ചെയ്യാനാണ് ആദ്യം നോക്കേണ്ടത്. കാരണം അതൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോകണം. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു ഒരുപാട് സ്കീമാസുകൾ നമ്മൾ പറഞ്ഞു, കുറെ കുട്ടി ആങ്കർ ഉണ്ട്, വൾണറബിൾ ചൈൽഡുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ പ്രസന്റ്ലി പ്രോബ്ലം മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ പിന്നെ അതിന് ഒരു എന്താണ് റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പൊ മുമ്പ് അയാളെ പ്രയാസങ്ങൾക്ക് നമ്മൾ കൊണ്ടുപോവുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ചേഞ്ചിങ് ബിഹേവിയർ പാറ്റേണിലേക്ക് വരുന്ന സമയത്ത് ഇത് പൂർണ്ണമായിട്ടും നമ്മൾ അന്വേഷിച്ചു അയാളെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾക്ക് അയാൾക്ക് എന്തൊക്കെയാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക, എന്തൊക്കെ ഗോൾസുകളാണ് കൊടുക്കുക എന്നുള്ളത്. ഫൈനലി എൻഡിങ് തെറാപ്പി നമ്മൾ ടെർമിനേഷൻ എന്ന ആ ഒരു ക്ലയന്റിനെ സെഷൻ കഴിഞ്ഞ് വിടുന്ന
അവിടെ ഒരു ഫീഡ്ബാക്ക് ചോദിക്കുക. ഈ ഒരു ഫീഡ്ബാക്ക് ചോദിക്കുന്ന ഈ ഒരു സെഷന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും പറയാൻ നിങ്ങൾക്ക് ബാക്കി വെച്ചതായിട്ട് കാര്യങ്ങൾ ഇനിയും ഉണ്ടോ നിങ്ങളുടെ ഉള്ളില്? എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് ആ എൻഡിങ് തെറാപ്പി അവസാനിപ്പിക്കുക. അപ്പോ ഇതിന്റെ ഒരു ഒരു ട്രീറ്റ്മെന്റ് പാറ്റേൺ ആണ്. ഒന്ന് കേസ് കൺസൾട്ടേഷൻ എന്ന് പറയും, പൂർണ്ണമായിട്ടും ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് തന്നെയാണ്. പിന്നെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ അയാൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെന്താണ് നമ്മൾ തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻ നടക്കുന്നത് കറക്റ്റ് ആയിട്ട് അയാളുടെ സഹകരണത്തോടുള്ള സമ്മതത്തോടു കൂടി ആയിരിക്കണം. പിന്നെ ട്രീറ്റിംഗ് ചൈൽഡ് ട്രോമയിലേക്ക് മുമ്പ് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കുക. അതായിരിക്കും നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. അതുമൂലം എന്തായിരിക്കണം ചേഞ്ച് സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. പിന്നെ അതേപോലെ റിലേഷൻഷിപ്പിൽ നമ്മൾ എന്താണ് പിന്നെ ഒരു തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് വളരെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ആളുകളോടൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷം മുമ്പ് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ വിടുന്ന സമയത്ത് ഇതേപോലെ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ആണെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ അസസ്മെന്റ് ചെയ്യാനൊന്നും ആള് തയ്യാറല്ല. അപ്പൊ അയാളെ റൂംമേറ്റ് ആണ് എന്നെ അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് അയാൾ ഒരു വല്ലാധികം ഒരു വൈലന്റ് ആയിട്ട് എന്നോട് വളരെയധികം മോശമായിട്ട് സംസാരിച്ചു. നീ ആരാ എന്നെ നന്നാക്കാന്? അതേപോലെ പിന്നെ ഞാൻ പറഞ്ഞു നിന്നോട് കൗൺസിലിംഗ് കൊണ്ടുവരാൻ. അയാൾ സ്വയം സമ്മതത്തോടു കൂടി വന്നിട്ടുള്ള ഒരാളാണ്, ഫ്രണ്ട് ഓഫ് മീ. പക്ഷെ ആള് ഇവിടെ എത്തിയ സമയത്ത് ആള് വല്ലാതെ വൈലന്റ് ആയി. എന്നോട് വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറത്തുണ്ട്. ഇത് പ്രത്യേകിച്ച് ബോർഡർ ലൈൻ ആളുകൾക്കിടയിൽ നമുക്കുണ്ട്. അത് വീട്ടിൽ മാത്രമല്ല, നമുക്ക് കൗൺസിലേഴ്സും അല്ലെങ്കിൽ തെറാപ്പിസ്റ്റും ഒക്കെ നമുക്ക് അത് തയ്യാറായിട്ട് എന്ത് കിട്ടിയാലും വാങ്ങിക്കൊള്ളാം എന്നുള്ള ഒരു ഉറപ്പോട് കൂടി ആയിരിക്കണം നിൽക്കേണ്ടത്. കാരണം ഏത് സാഹചര്യത്തിലും എന്താണ് എന്താണ് വയലന്റ് ആവാനുള്ള സാധ്യത. വയലന്റ് മീൻസ് ചിലപ്പോ വോയിസ് ആയിരിക്കാം, ചിലപ്പോ കൈകൊണ്ടൊന്നും ഉണ്ടാവണമെന്നില്ല. കാരണം അത് ചിലപ്പോ അവർക്ക് ഇമോഷണലായിട്ട് അവർക്ക് ഒരു ഉള്ളിലൊരു ഉറപ്പ്, ഈ ഒരു ഞാൻ ആരെയും ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള തെറ്റായിട്ടുള്ള ധാരണയോ അല്ലെങ്കിൽ എന്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചുള്ളത് കൊണ്ട് അവരെപ്പോഴും എന്താണ് വെർബൽ ആയിട്ടായിരിക്കും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ലിമിറ്റഡ് റീപാരന്റിങ് ആണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇവർക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടാത്ത അതേപോലെ എന്താണ് പണ്ട് ചെറുപ്പകാലത്ത് ചിലപ്പോൾ നമ്മളൊക്കെ ഒരുപാട് സ്നേഹമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. നമ്മള് അച്ഛനോടും അല്ലെങ്കിൽ അമ്മയോടൊക്കെ, അല്ല പ്രത്യേകിച്ച് ഇപ്പൊ അച്ഛന്മാരോട്, അവരൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പുറത്തൊക്കെ ഈ കുട്ടികളും അച്ഛനും വല്ലാത്തൊരു അടുപ്പം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ എന്താണ് കുട്ടീന്റെ മനസ്സിൽ എന്താണ് അച്ഛനോട് എപ്പോഴും ഞങ്ങളുടെ കൂടെ വേണം, സംസാരിക്കണം, ചിലപ്പോ ഒരു സ്നേഹമൊക്കെ വല്ലാതെ അങ്ങോട്ട് നിൽക്കും. പക്ഷെ അത് തുറന്നു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അതേപോലെയാണ്. കാരണം ഇവർക്ക് കിട്ടാത്ത ഒരു സ്നേഹം മുൻകഴിഞ്ഞു പോയിട്ട് അവരുടെ ജീവിതത്തിൽ എവിടേക്കോ കിട്ടാത്ത അതേ സ്നേഹമാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. കാരണം അവിടെ പാരന്റ് ആവുക എന്നുള്ളതല്ല, കാരണം അവരുടെ ഏറ്റവും എമ്പതറ്റിക്കലായിട്ട് അവരുടെ സങ്കടങ്ങൾ എന്താണ് പൂർണ്ണമായും എന്താണ് ഒരു കുറ്റപ്പെടുത്തലില്ലാതെ നമ്മൾ കേൾക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെയാണ് ഗിവിങ് ഡയറക്ഷൻ. നമ്മുടെ സമീപനം വളരെയധികം നല്ലതായിരിക്കണം. കാരണം അവരും നമ്മളോട് മോശം പറഞ്ഞാലും അത് കുഴപ്പമില്ല. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മാനസികമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾ കാരണമാണ് നിങ്ങൾ ഈ ഒരു പെരുമാറ്റം എന്നോട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനത് കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം എനിക്കും ഇതേപോലെ ഒരു അവസ്ഥ എപ്പോഴാ വരാൻ പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, എന്താണ് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ള ഒരു സമീപനം നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കുക. പിന്നെ അതേപോലെ എന്താണ് ഒരു ശ്രദ്ധ. വല്ലാത്ത എന്താണ് നമ്മൾക്ക് ഒരു ഓവർ കെയറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോ ആ ഒരു ക്ലയന്റ് പിന്നെ ജെൻഡർ ബേസ് ഒക്കെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് പോയിട്ട് ആളിങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് പോയിട്ട് ഒന്ന് തോളിലൂടെ ഒക്കെ ഒന്ന് കൈയിട്ട് അല്ലെങ്കിൽ തലയിലൂടെ ഒക്കെ ഒന്ന് തടവുന്ന സമയത്ത് അവർക്ക് വല്ലാത്തൊരു, പ്രത്യേകിച്ച് ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ, അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഓരോ സ്പർശനം പോലും അവർക്ക് എന്താണ് അവിടെ ഒരു ട്രീറ്റ്മെന്റ് ആണ്. അവിടെ അതേപോലെയാണ് ഇങ്ങനത്തെ ആളുകൾ ചിലപ്പോൾ വന്നിട്ടുള്ളത് ഒറ്റക്കായിരിക്കാം. ചിലപ്പോൾ കുറേ കാലത്തിന് ഒരു ബുദ്ധിമുട്ട്, വല്ലാതെ ഒരു പൊട്ടിത്തെറി പോലെ എന്താണ് ഒരു കരച്ചിലായിരിക്കും. ചിലപ്പോൾ ആ ഒരു നമ്മൾ ഷോൾഡർ തടവുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് ഈ ഒരു ഫ്രണ്ട് ഓഫിൽ പോയിട്ട് പിടിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്നത്. അതേപോലെ ആയിരിക്കാം നമ്മൾ കൊടുക്കുന്ന ഡയറക്ഷൻ, നമ്മൾ ഫിസിക്കലി ആണെങ്കിൽ പോലും വെർബൽ ആണെങ്കിലും. പിന്നെ അതേപോലെയാണ് റോൾ പ്ലേയിങ് ആൻഡ് റോൾ റിവേഴ്സൽ എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ റോൾ പ്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരുപാട് എക്സ്പീരിയൻസുകൾ നമ്മൾ പറയുന്നതിനപ്പുറം ചില കേസുകളിലൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ എക്സ്പീരിയൻസ് പറയാം. അങ്ങനെയൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു, പിന്നെ അത് ചിലപ്പോൾ നിങ്ങൾ അതേപോലെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരാളായിരുന്നു, എന്നാലും അയാൾക്ക് ഇപ്പൊ കുറെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയുന്നത്
നമ്മൾ സാധാരണ ഒരു റോൾ പ്ലേ പോലെ പറയാറുണ്ട്. ചിലപ്പോൾ അതേപോലെ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് ഇരുന്ന് കാണിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ റോൾ പ്ലേ എന്ന് പറയുമ്പോൾ അയാൾക്ക് ഏറ്റവും എന്തും പറയാനുള്ള ഒരു സാഹചര്യം. ചിലപ്പോൾ വേണമെങ്കിൽ നമ്മളെ അടുത്ത് എപ്പോഴും വന്ന് ഇരിക്കാനുള്ളത്, അല്ലെങ്കിൽ നമ്മോട് എപ്പോഴും ഓപ്പൺ ആയി ഇരിക്കാനുള്ളത്, അതൊരു റോൾ പ്ലേ അല്ലെങ്കിൽ ഒരു മോഡലാക്കി നമ്മൾ എപ്പോഴും അയാളുടെ മുമ്പിൽ അയാളുടെ ഒരു പാരന്റ് ആണ്, ഒരു രക്ഷിതാവാണ്, അല്ലെങ്കിൽ ഒരു കൗൺസിലർ എന്ന നിലയിൽ കൂടുതൽ ഡീപ്പസ്റ്റ് ആയിട്ട് അയാളെ കൂടെ പോവുക എന്നുള്ളതാണ്. അതേ സമയത്ത് റോൾ റിവേഴ്സലിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, അത് ചില നെഗറ്റിവിറ്റി അവിടെ വരാനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അടുക്കുമ്പോൾ എന്താണ് നമ്മളോട് അയാൾക്ക് എന്താണ് പറയുക, നമ്മളാണ് എല്ലാത്തിനും ഏത് സമയത്തും നമ്മൾ തന്നെ വേണ്ടി വരും. കാരണം അവിടെ നമ്മള് നമ്മുടെ പ്രൊഫഷൻ കീപ്പ് ചെയ്യണം. ഞാനൊരു തെറാപ്പിസ്റ്റ് ആണ്, കൗൺസിലർ എന്നുള്ള ഒരു ഓർമ്മ എപ്പോഴും നമുക്ക് അവിടെ വേണം എന്നുള്ള ഒരു ചിന്തയിലൂടെ ആയിരിക്കും നമ്മൾ ആ ഒരു കൗൺസിലിംഗ് സെഷൻ പോകേണ്ടത്. പിന്നെ ഗുഡ് കെയർ എന്ന് പറയുന്നത് പോലെ തന്നെ അയാളെ നല്ലൊരു സമീപനത്തോടെ കാണുക. എംപതറ്റിക് കോൺഫറൻഷൻ എന്ന് പറയുമ്പോൾ ആൾക്ക് ക്ലയന്റിന്റെ വികാരങ്ങൾ എപ്പോഴും എന്താണ് നല്ല രീതിയിൽ ഒരു കുറ്റപ്പെടുത്തലില്ലാതെ സ്വീകരിക്കുക. പിന്നെ ആ ഒരു വികാരങ്ങൾ ചിലപ്പോൾ ഒരു കരച്ചിലായിരിക്കട്ടെ, സങ്കടമായിരിക്കും, എന്താണ് നിങ്ങൾക്കിപ്പോ കരയാനുള്ള ഒരു സമയമാണ്, കരഞ്ഞോളൂ. അല്ലെങ്കിൽ എന്താണ് സങ്കടങ്ങൾ ഇങ്ങനെ മുറുകി പിടിച്ചൊരു കാര്യമല്ല. ചില ആളുകൾക്കുണ്ട്, പ്രത്യേകിച്ച് ഒരു പുരുഷന്മാർക്കിടയിൽ എന്താണ് ഇപ്പൊ ഒരു ജനറൽ ആയിട്ടൊരു നോളജ് ആളുകൾ പറയാറുണ്ട്, പുരുഷന്മാർ കരയാറില്ല, അവർ സങ്കടങ്ങളൊക്കെ ഉള്ളിൽ വെക്കേണ്ടവരാണ്. അതൊക്കെ ഒരു തെറ്റായിട്ടുള്ള ധാരണകളാണ്. പ്രത്യേകിച്ച് നമ്മൾ എന്താണ് നമ്മുടെ വികാരങ്ങൾ എപ്പോഴാണോ സങ്കടം സന്തോഷമാണ് അത് പ്രകടിപ്പിക്കാൻ നമ്മൾ എന്താണ് സ്വയമായിട്ട് നമ്മൾ കണ്ടെത്തണം. അതല്ലാതെ കണ്ടെത്താൻ പറ്റാത്ത പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള മെന്റൽ ഡിസോർഡറുകൾ പല പ്രയാസങ്ങളിലും നമ്മൾ പോകുന്നത്. അത് ചിലപ്പോ ഈ ഒരു ബോർഡർ ലൈനിലേക്ക് വരുന്ന സമയത്ത് അവരങ്ങനെ ആയിരിക്കും. ഒരു 90% ആളുകൾക്ക് അവരെ വികാരങ്ങൾ ഒരിക്കലും സന്തോഷിച്ചിട്ടുണ്ടാവില്ല. ഒരിക്കൽ പോലും കരഞ്ഞിട്ടുണ്ടാവില്ല മറ്റുള്ള ആളുകൾക്ക് മുമ്പിൽ. ചിലപ്പോ ഒറ്റയ്ക്ക് പോലും കരയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും. ഇതേപോലെയാണ് നമ്മൾ എന്താണ് ഈ ഒരു തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കേണ്ടത്. പിന്നെ സെറ്റിംഗ് ലിമിറ്റിലേക്ക് വരുന്ന സമയത്ത് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ എന്താണ് നമുക്കെപ്പോഴും ഒരു അവിടെ സെറ്റ് ചെയ്യുക എന്ന് മീൻസ് നമ്മൾ തമ്മിൽ ഈ ഒരു ക്ലയന്റും തെറാപ്പിസ്റ്റും തമ്മിലൊരു ലിമിറ്റഡ് പീരീഡ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പൊ ആള് ചിലപ്പോ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോ അപ്പൊ ഫോൺ എടുത്ത് വിളിക്കാനുള്ള സാധ്യത ഉണ്ട്. എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്, ഞാൻ നാളെ തന്നെ സെഷന് വരട്ടെ എന്നൊക്കെ നമ്മളോട് ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ എന്താണ് തൽക്കാലം എന്താണ് അയാൾക്ക് ഒരു സെഷൻ എന്നാണ് വേണ്ടത് ആദ്യം ഫിക്സ് ചെയ്തതിന് ശേഷം അതിന്റെ അപ്പുറത്തേക്ക് ഏർലി ആയിട്ട് ഒരിക്കലും വരാൻ പാടില്ല. അതിന്റെ കുറച്ച് ലിമിറ്റേഷൻ പീരീഡ് ഒക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഇതില് ഇതില് നമുക്ക് ഏറ്റവും പ്രശ്നം വരുന്ന ഒരു സെൽഫ് ഡിസ്ക്ലോഷർ ആണ്. അപ്പോ സാധാരണയായിട്ട് ഒരു ക്ലയന്റ് നമ്മുടെ മുമ്പിൽ വന്ന് കുറേ സങ്കടങ്ങൾ പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ കിടക്കുന്ന കുറേ സ്കീമുകൾ ഉണ്ടാവും. അതായത് നമ്മൾ മനുഷ്യര് തന്നെയല്ലേ. ചിലപ്പോ ഇതേപോലെ അവസ്ഥയിലൂടെ കടന്നു വന്നിട്ടുള്ള ഓവർകം ചെയ്തിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റ് ആണെങ്കിൽ, അതായത് ചെറുപ്പത്തിൽ ഒരുപാട് പാരന്റിന്റെ പ്രശ്നങ്ങൾ കിട്ടിയ ഒരാളാണ്, അല്ലെങ്കിൽ എന്താണ് മറ്റു തരത്തിലുള്ള അവഗണനകൾ കിട്ടിയിട്ടുള്ള ഒരാളാണ്, പിന്നെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തിയിട്ടുള്ള ഒരാളെന്ന് അതിന്നൊക്കെ അയാൾ വളർന്നു വന്നിട്ടുള്ള ഒരു ഇപ്പൊ ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ഒരു കൗൺസിലർ ആണെന്ന നിലയ്ക്ക് ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയൊക്കെ വരുന്ന സമയത്ത് അയാൾ പൂർണ്ണമായിട്ടും തന്റെ ആ ഒരു പഴയ സ്കീമയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ എന്താണ്, ചിലപ്പോ നമ്മളിങ്ങനെ അയാൾ പറയുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ വല്ലാത്തൊക്കെ ഒരു വിങ്ങൽ പൊട്ടും. ഇയാള് വല്ലാത്ത സങ്കടമല്ല അനുഭവിച്ചിട്ടുള്ളത്, എനിക്കും മുമ്പ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ആ രീതിയിലൊക്കെ ഇങ്ങനെ അയാള് വല്ലാതെ അങ്ങോട്ട് വിങ്ങിപ്പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് എന്താണ് ഈ ഒരു ക്ലയന്റും തെറാപ്പിസ്റ്റും വല്ലാതെ അടുക്കാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ അതിന് വിപരീതമായിട്ട്. അപ്പൊ എന്താണ് രണ്ടാളും ഒരേ മെന്റാലിറ്റിയാണ്. അവിടെ ട്രീറ്റ്മെന്റ് നടക്കുന്നില്ല. അപ്പോ ഈ ഒരു രീതിയിൽ പോകുമ്പോ എന്താണ് അവിടെ ഒരു റിസൾട്ട് അവിടെ ഉണ്ടാവില്ല. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ് ഡിസ്ക്ലോസർ എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം നമുക്ക് നല്ല തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് ഒക്കെ നല്ലതാണ്. പക്ഷെ നമ്മുടെ വൈകാരികമായുള്ള ചിന്തകളെയും വൈകാരിക ഇമോഷൻസിനും ഒക്കെ അവർക്ക് എന്താണ് ക്ലയന്റിന് ഷെയർ ചെയ്യുമ്പോൾ ക്ലയന്റ് വിചാരിക്കും എന്താണ് ഇയാളും എന്നെ പോലെ തന്നെ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ എന്താണ് ഞങ്ങൾ തമ്മിൽ കുറച്ച് റിലേഷൻ കൂടുതലാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ എന്താണ് ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെ അല്ലെങ്കിൽ എന്താണ് ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോ ഇത് ഇല്ലാതിരിക്കാൻ വേണ്ടി എന്താണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്, വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വ്യക്തമായിട്ട് ഒരു ക്ലയന്റിന്റെ പ്രയാസങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് അറിയുക എന്നുള്ളത്. എന്താണ് അയാൾ അനുഭവിച്ചിട്ടുള്ളത്, ഞാനുമായിട്ട് യാതൊരു കണക്ട് ചെയ്യാൻ പാടില്ല എന്നല്ല, റിലേറ്റഡ് ചെയ്യാൻ പാടില്ല. പിന്നെ കണക്ട് വേണമെങ്കിൽ ചെയ്യുക. കണക്ട് മീൻസ് എന്താണ്, ഇതേപോലെ നമ്മളെ മുമ്പിൽ നമ്മുടെ എക്സ്പീരിയൻസ് പറയാതെ നമ്മളെ മുമ്പിൽ വേറെ ക്ലയന്റുമായിട്ട് എന്താണ് ഇതേപോലെ ക്ലയന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്താണ് ഈ ഒരു ക്ലയന്റിന്റെ എക്സ്പീരിയൻസ് പോലെ പറയാം. പിന്നെന്താണ്
മോഡൽ ഇമോഷണൽ ഹോണസ്റ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മോഡൽ എന്താണ്, നമ്മുടെ ഇമോഷൻസ് ഒരിക്കലും എന്താണ് ക്ലയന്റിനോട് അത് വലിയൊരു സംഭവമാക്കി പറയാൻ പാടില്ല. കാരണം ഞാനും ഇങ്ങനെ നിങ്ങളെ പോലെ അനുഭവിച്ചിട്ടുള്ള ഒരാളായിരുന്നു, ഞാനും വല്ലാതൊക്കെ മാറി വന്നിട്ട് ഒരാളാണ്. അതൊരിക്കലും എന്താണ് ക്ലയന്റിനോട് പറയാൻ പാടില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്കീമയിൽ എന്താ സംഭവിക്കുക, അയാൾക്ക് പിന്നെ ഈ ഒരു ക്ലയന്റിന് ഓട്ടോമാറ്റിക് ഒരു തോട്ട് വരും, എന്താണ് ഇയാളും കുറെയൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ച് കുറെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ എന്താണ്, എന്നിട്ട് പോലും എന്റെ യഥാർത്ഥത്തിൽ ഇമോഷൻസ് അയാൾക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ക്ലയന്റിന് അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഓട്ടോമാറ്റിക് തോട്ട്, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ അവിടെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമ്മൾ തെറാപ്പിസ്റ്റ് കൗൺസിലർ ആണെങ്കിൽ നമ്മുടെ ഓപ്പൺ അപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടും ക്ലയന്റിന് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതില് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു തെറാപ്പി നടക്കുന്ന സമയത്ത് പിന്നെ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവും. കാരണം ഈ ഒരു സ്കീം നടക്കുന്ന സമയത്ത് വല്ലാതെ ചിലപ്പോ കറക്റ്റ് ആയിട്ട് എന്താണ് നല്ലൊരു കണക്ടിവിറ്റി ഇല്ലാത്ത ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോ ചില സമയത്ത് നമ്മൾ തെറാപ്പിസ്റ്റുകൾ തന്നെ അല്ലെങ്കിൽ കൗൺസിലർ തന്നെ സമയത്ത് ഇന്നിപ്പോ നാളെ ഒരു സെഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ സെഷന്റെ 2 മിനിറ്റ് മുമ്പ് നമ്മൾ പറയാണ് ഇന്നത്തെ സെഷൻ നടക്കൂല, നാളെ ആക്കിയാൽ മതി, എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പറയാം. അത് ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം റിലേഷൻഷിപ്പിലും ആ ഒരു തെറാപ്പി മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്താണ്, അഡ്വാൻസ്ഡ് ആയി ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നാളത്തത് അറ്റ്ലീസ്റ്റ് ഒരു ദിവസം മുമ്പെങ്കിലും ആ ക്ലയന്റിനെ നമ്മൾ അറിയിക്കുക. എന്നിട്ട് അവിടെ തന്നെ അറിയിച്ചാൽ പോരാ, ആ ഷെഡ്യൂള് അവർക്ക് അവിടെ തന്നെ മാറ്റി വേറെ ദിവസം ആക്കി കൊടുക്കുകയും വേണം. കാരണം അവര് നമ്മളെ കാത്തിരിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും സമാധാനം കിട്ടാൻ വേണ്ടി നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം, അതിന് കാത്തിരിക്കുന്ന ആളുകളാണ്. പിന്നെ അതേപോലെ എന്താണ്, ഒരു സെഷന് വരുമ്പോൾ നമ്മൾ നേരം വൈകി വരിക എന്നുള്ളത്. നേരം വൈകി കറക്റ്റ് സമയം 6 മണിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മണിക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ആ സെഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവര് പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഓൺലൈനിൽ വെയിറ്റ് ചെയ്യുന്ന നമ്മളെയും കാത്തു നിൽക്കുകയാണ് അവര്. ഇപ്പോ സമയമായി. അവർക്ക് എന്താണ് ടെൻഷൻ, ഇങ്ങനെ ആങ്സൈറ്റി ലെവൽ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ നേരം വൈകി കുറച്ച് നമ്മളെ മുമ്പിൽ എത്തുമ്പോൾ ക്ലയന്റിന് ചിലപ്പോൾ ഒന്നും പറയാനും ഉണ്ടാവില്ല. നമുക്ക് ചിലപ്പോൾ നമ്മൾ വന്ന തിരക്കും കാര്യങ്ങളും ചിലപ്പോൾ ഒന്നും ചോദിക്കാനും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാനുണ്ട്. പിന്നെ അതേപോലെ ടെലിഫോണാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ടെലിഫോണുകള്, കാരണം അറ്റ്ലീസ്റ്റ് എന്താണ് സെഷനിലേക്ക് വരുന്ന സമയത്ത് എന്താണ് മാക്സിമം എന്താണ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഒഴിവാക്കി ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, അല്ലാണ്ട് ക്ലയന്റ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, നമുക്ക് കോളും വരുന്നു. ഇപ്പൊ തന്നെ ഞാനിപ്പോ നിങ്ങളെ മുമ്പിൽ ക്ലാസ് എടുക്കുകയാണ്, സെഷൻ എടുക്കുന്നത്. അപ്പൊ എനിക്കൊരു കോൾ വന്ന് ഞാൻ അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് പറയാണ്ട് പോലും എന്താണ് ഞാൻ ആ ഫോൺ എടുത്ത് സംസാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുക? അതേപോലെയാണ് അവിടെ നമ്മൾ തെറാപ്പി സെഷനിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഡോറൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് അവിടെ എന്താണ് മറ്റു തരത്തിലുള്ള മറ്റുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക. പിന്നെ അതേപോലെ നമുക്ക് അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ, കാരണം ചില കേസുകളിൽ ചിലപ്പോ നമുക്ക് തന്നെ തോന്നും എന്താണ് ഈ ഒരു ക്ലയന്റ് നാളെ വന്നില്ലെങ്കിൽ എനിക്ക് റെസ്റ്റ് എടുക്കായിരുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ഉണ്ടാവും. ആ ഇറിറ്റേഷൻ ചിലപ്പോ ആ കേസിൽ ചിലപ്പോ ഒരു റിസൾട്ട് ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള ഒരു മെന്റൽ സ്ട്രെസ്. ഇതൊക്കെ എന്താണ് നമ്മളെ ആ ഒരു റിലേഷൻഷിപ്പിലും നമ്മളെ കൊടുക്കുന്ന ആ തെറാപ്പിയിലൊക്കെ ബാധിക്കാനുള്ള എന്താണ് ബുദ്ധിമുട്ടുകളായിരുന്നു. പിന്നെ സബ്സ്റ്റാൻസ് അബ്യൂസ്, ഇത് ഈ ക്ലയന്റ് എന്താണ് നല്ല രീതിയിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് എന്താണ് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ എന്താണ് നമ്മൾ അവിടെ റെഫർ ചെയ്യുക. കൗൺസിലിങ്ങിന് കൊടുത്തിട്ട് കാര്യമില്ല. ആ സൈക്കാട്രി ലെവലിൽ കുറച്ചു കാലം മരുന്ന് ഈ ഒരു അഡിക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് എന്താണ് തെറാപ്പിയിലേക്ക് പോവുക. പിന്നെന്താണ് ഡെഫിയന്റ് ആൻഡ് അപ്പിയറൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും നല്ല ഒരു മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എന്താണ് മോശമായിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടും സങ്കടമൊക്കെ നടക്കുക. നമുക്കും മനുഷ്യന്മാരുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ നമുക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ എന്താണ് സെഷനൊന്നും ഏർപ്പെടാണ്ടിരിക്കുക, നമുക്കൊന്ന് റിലാക്സ് ആയി കിട്ടുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് അവിടെ ചെയ്യേണ്ടത്. കാരണം പ്രത്യേകിച്ച് ഈ അറൈവ് ടു ലേറ്റും മിസ്ഡ് സെഷനും വളരെയധികം ഇന്നത്തെ കാലത്ത് നടക്കുന്നത് എനിക്ക് തന്നെ ഒരു വട്ടം അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു 3 മാസം മുമ്പ് ഞാനൊരു കേസ് അറ്റൻഡ് ചെയ്തു. ആൾക്ക് നാളെ വൈകുന്നേരം 5 മണിക്കാണെങ്കിൽ ഞാനന്ന് വൈകുന്നേരം ഉച്ചക്ക് 2 മണിക്ക് ആളെ അറിയിച്ചത്. കാരണം അതുവരെ ഞാൻ ഉറപ്പായി. ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് വന്നു. അതിൽ ആളെന്താണ് വല്ലാതെ ഒരു വയലന്റ് ആയിരുന്നു. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ഞങ്ങള് സമയമെടുത്ത് കാശൊക്കെ തന്നു വരുന്നത്. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യുക? വളരെ റൗഡായിട്ട് പെരുമാറ്റം. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്.
അങ്ങനത്തെ ഒരു ബൈ മിസ്റ്റേക്കിൽ പോലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല കൗൺസിലിംഗ് സെഷനുകളിൽ. പിന്നെ ഇവർക്ക് പ്രധാനമായിട്ടും നമുക്ക് എന്തൊക്കെയാണ് ഒരു പിന്നെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നിക്കുകൾ. എക്സ്പെരിമെന്റൽ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് പ്രധാനമായിട്ട് ഇമേജറി റിസ്ക്രിപ്റ്റിംഗ്, അതായത് നമ്മളൊരു തുടക്കത്തിൽ തന്നെ എന്താണ് അവരുടെ ഇന്നർ ഫീലിങ്സ്, ട്രോമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരോട് പറയുക, ഒന്ന് നിങ്ങളെ മുമ്പ് കഴിഞ്ഞ് പോയിട്ടുള്ള ചെറുപ്പകാലത്തുള്ള ഓർമ്മകളൊന്ന് ഓർക്കാൻ പറയുക. ആ സമയത്ത് നിങ്ങൾ എന്താണ് പൂർണ്ണമായിട്ടും നടന്നിട്ടുള്ളത് എന്നൊക്കെ ഉള്ള ആ കാര്യങ്ങൾ, പഴയ കഴിഞ്ഞിട്ടുള്ള ഓർമ്മകളെ പൂർണ്ണമായി പുറത്തേക്ക് കൊണ്ടുവരിക. അത് ആ പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് വെച്ചപ്പോൾ ആ സമയത്ത് വൈകാരികമായിട്ട് പല പ്രയാസങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് എന്താണ് ആ സമയവും ഈ സമയവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ അവരോട് ചോദിക്കുക. അവിടെയാണ് CBTന്റെ കോഗ്നിറ്റീവ് പിന്നെ സോക്രാറ്റിക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അവർ ആ ഇമോഷൻസിനെയും പഴയ കാര്യങ്ങളെ ഇമേജറി വിഷ്വലായിട്ട് അല്ലെങ്കിൽ ഈ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഓരോ കാര്യങ്ങൾ, അന്ന് നടന്നിട്ടുള്ള ഇന്ന സംഭവങ്ങളാണ്, എന്റെ പേരന്റ് എന്നോട് ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നത്തെ പോലെ തന്നെയാണോ ഇന്നും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്, വലിയ വ്യത്യാസങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ അവരോട് ചോദിക്കും. എന്നാൽ മാത്രം എന്താണ് ഈ ഒരു ഇമേജറി റിസ്ക്രിപ്റ്റിംഗിൽ അവിടെ ഒരു റിസൾട്ട് ഉണ്ടാവും. കാരണം പഴയ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിച്ചിട്ട് അവരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. പിന്നെ ചെയർ വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഒന്ന് ആദ്യം ഒരു 3 കസാരകൾ ഇരിക്കും. ഒന്ന് അയാളാണ്, ഒരു ക്ലയന്റ് ആണ്, ഒന്ന് അച്ഛനും ഒന്ന് അമ്മയുമാണ്, ഒന്ന് ഒരു എംപ്റ്റി ചെയർ എന്ന് പറയുന്നത് പോലെ. അപ്പൊ പിന്നെ ജീസ്റ്റാൾട്ട് തെറാപ്പിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു എംപ്റ്റി ചെയർ ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത് 3 ചെയർ ആണ്. ഒന്ന് പാരന്റിന് 2 ചെയർ, ഒന്ന് ഈ ക്ലയന്റിന്. എന്നിട്ട് അവരോട് എന്താണ് പറയുക, ഈ ഒരു ക്ലയന്റിനോട് ചെയറിനോട് നിങ്ങൾക്ക് പണ്ട് അച്ഛനോടും അമ്മയോടും പറയാനുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഒന്ന് പറയുക എന്നുള്ളതാണ്. എന്നിട്ട് എന്താണ് അച്ഛനും അമ്മയും പറയുന്നത് വേറെ വേറാണ്, ഒറ്റയ്ക്കാണെങ്കിൽ അതും വേണം നമുക്ക്. ആദ്യം ഈ ഒരു 3 കസാരയും ഒരുമിച്ച് സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് അച്ഛനോട് മാത്രം അമ്മയോട് മാത്രം സ്വന്തമായിട്ടുള്ള പണ്ടത്തെ കാര്യങ്ങൾ എന്തൊക്കെ പറയാൻ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൾക്ക് ഇത് അവിടെ എന്താ സ്വയമായിട്ട് പറയുക എന്നുള്ളത്. ആ പറയുന്ന സമയത്ത് എന്താണ് പഴയ കാര്യങ്ങളുള്ള സങ്കടങ്ങളൊക്കെ കുറെ ഒന്ന് കൊഴിഞ്ഞു മാറാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതേപോലെ ആ ചെയർ എടുത്തിട്ട് 2 ഭാഗത്തേക്ക് ഒന്ന് നീക്കി വെച്ചിട്ട് അതിന്റെ സെൻട്രൽ ആയിട്ട് ഈ ഒരു ചെയർ അയാളെ കൊണ്ടിരുത്തി, ഈ ഒരു ക്ലയന്റിനെ. അപ്പൊ എന്താണ് തന്റെ 2 ഭാഗത്തും അച്ഛനും അമ്മയും അന്നും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഒറ്റ തോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചെയർ വർക്കിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ അതേപോലെ ഇത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോഡിന്റെ അവയർനെസ്ക്ക് വല്ലാത്ത ഏതൊക്കെ രീതിയിൽ എഫക്റ്റ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം, ഇത് ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ അവർക്ക് എന്താണ് സ്വയം അവർ എങ്ങനെയാണ് ഇപ്പൊ ലൈഫിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ അവർ ലൈഫിൽ നല്ലതുണ്ട് ചീത്തത് എന്തൊക്കെ അവർക്ക് തന്നെ സ്വയം തിരിച്ചറിയാനുള്ള കഴിവുകൾ ഈ ഒരു എക്സ്പെരിമെന്റൽ ടെക്നിക്ക് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതേപോലെ തന്നെ മറ്റൊരു ഇതാണ് ലെറ്റർ റൈറ്റിംഗ് എന്ന് പറഞ്ഞത്. സ്വന്തമായിട്ട് ഒരു കത്ത് എഴുതാൻ പറയാ, എന്തൊക്കെയാണ് എന്റെ ലൈഫിൽ നടന്നിട്ടുള്ളത്, ഞാൻ എനിക്ക് കത്ത് എഴുതുകയാണ്, വിഷമങ്ങളും പിന്നെ സങ്കടങ്ങളും പിന്നെ പരാധീനതകളും സന്തോഷങ്ങളും ഒക്കെ ആ കത്തിൽ ഉൾപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം അവർ എഴുതുക. പിന്നെ റോൾ പ്ലേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൊടുക്കാം. അവരുടെ സാഹചര്യത്തിന് ചിലപ്പോ റോൾ പ്ലേ എന്ന് പറയുന്ന ഒരു ക്ലയന്റിന്റെ സ്ഥാനത്ത് നമ്മൾ പോയിരിക്കുന്നു, നമ്മുടെ സ്ഥാനത്ത് അവര്, അത് ചിലപ്പോ വലിയൊരു പ്രാക്ടിക്കൽ ആയിക്കൊള്ളണമെന്നില്ല, എങ്കിൽ വേണമെങ്കിൽ പോലും ഒരു 6-7 സെഷനും വേണം കഴിഞ്ഞ് നമുക്ക് നോക്കാം. പിന്നെ ഇതില് ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു തെറാപ്പിയിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ ഇത് തന്നെയാണ്. ഒരു തെറാപ്പി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇമോഷൻസിനെ നമ്മൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒറ്റ സെക്കൻഡ് മുകളിൽ സോറി ട്ടോ. അപ്പോ ഇതില് പ്രധാനമായിട്ടും സ്കീമ തെറാപ്പി നമ്മൾ ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രധാനമായും നമ്മൾ പറഞ്ഞിട്ടുള്ളത് അവരുടെ ഇമോഷൻസും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇമോഷൻസ് അവരെ പ്രകടിപ്പിക്കാൻ പഠിപ്പിക്കുക, അവരെ തിരിച്ചറിയാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ ആക്സസിങ് ദ ഇമോഷൻ എന്ന് പറയുമ്പോൾ
നമ്മൾ ഈ ഒരു ഭാവം മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയർ ടെക്നിക്കോ അല്ലെങ്കിൽ ലെറ്റർ റൈറ്റിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ നിനക്ക് എന്താണ് ഇപ്പൊ തോന്നുന്നത്, എന്തൊക്കെ ചിന്തകളാണ് നിന്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുള്ളത്, ശരീരത്തിൽ എന്തൊക്കെ ഫീലിങ്സ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ നിലവിലുള്ളത് എന്ന് നമ്മൾ അവിടെ ചോദിക്കേണ്ട അത്യാവശ്യമുണ്ട്. കാരണം അവരുടെ ഫീലിങ്സ് മുമ്പ് ചിലപ്പോൾ ഈ ഒരു ബോർഡർ പേഴ്സൺ ആയിട്ടുള്ള ആളുകൾ അവരുടെ ഇമോഷൻസ് എന്താണ് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഓരോ സമയത്തും എന്താണ് ഇന്ന ഇമോഷൻ, നിങ്ങൾക്ക് സങ്കടമാണോ, ദേഷ്യമാണോ, അല്ലെങ്കിൽ പിന്നെ നിരാശയാണോ, എന്താണ് നമ്മൾ ഓരോന്നെടുത്ത് ചോദിക്കണം. അതിനുശേഷം എന്താണ് നെയിമിംഗ് വാലിഡേറ്റിംഗ് ഇമോഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇമോഷൻസിന് എന്താണ് അവരോട് പേരിടാൻ പറയുക. നിങ്ങളിപ്പോ എന്താണ് നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്നത്, അതിന്റെ ആ ഇമോഷന് നിങ്ങൾ പേരിടുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ എക്സ്പ്രസിങ് ദ ഇമോഷൻ, ആ ഇമോഷൻ എന്താണ് പ്രകടിപ്പിക്കാൻ പറയുക എന്നുള്ളതാണ്. ചിലപ്പോ ഉദാഹരണം പറയുക, ഒന്ന് ചെറുതായിട്ട് ചിരിക്കാൻ പറയുക, അല്ലെങ്കിൽ സന്തോഷമാണെങ്കിൽ ചിരിക്കാൻ പറയുക, അതേപോലെ കരയാൻ പറയുക, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ജസ്റ്റ് ഒന്ന് കൈകളൊന്ന് കുടയാൻ പറയുക. എന്തൊക്കെയാണ് ഫിസിക്കലി ആയിട്ട് നിങ്ങൾ അനുഭവിക്കുന്നത്. പിന്നെ അതേപോലെ എന്താണ് ചിലപ്പോ എന്നോടൊന്ന് ദേഷ്യപ്പെടാൻ പറയും. നിങ്ങൾക്ക് ദേഷ്യമാണെങ്കിൽ എന്നോടൊന്ന് ദേഷ്യം പിടിച്ചോളൂ എന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും എതിർപ്പായി കാണിച്ചോളൂ എന്നുള്ള രീതിയിൽ അവർക്ക് നമ്മൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആൾ അഗ്രസീവ് ആണ്, ആ അഗ്രസീവ് ആയിട്ട് തന്നെ നമ്മൾ മിണ്ടാതിരിക്കാൻ പാടില്ല. അവരോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ആ ഒരു ഇമോഷൻസ് നമ്മളോട് പ്രകടിപ്പിക്കണം എന്നുള്ളത്. പിന്നെ അതേപോലെ കറക്റ്റീവ് ഇമോഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പഴയ വേദനകളും പുതിയ വേദനകളും ഒന്ന് തന്നെയാണോ നോക്കുക. കാരണം ഈ ഒരു വേദന എന്ന് പറയുന്നത് അവർക്ക് തിരിച്ചറിയുന്നില്ലല്ലോ. കുറേ കാലമായിട്ട് ഒരേ പാറ്റേണിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, ഒരേ ജോലിക്ക് പോവുക, ഒരേ ഭക്ഷണങ്ങൾ കഴിക്കുക, ഒരേ ആളുകളെ കാണുക. ഇതൊക്കെ എന്താണ് ഒരു മാറ്റങ്ങൾ വരുന്നത് അവർ ഇമോഷനെ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അപ്പൊ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റമുണ്ടെങ്കിൽ നമുക്ക് അവരോട് തിരിച്ചറിയാൻ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ, പുതിയതായിട്ട് എന്തെങ്കിലും ഇമോഷൻസുകൾ മാറ്റണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ കറക്ഷൻ മാറ്റി ചെയ്യേണ്ടത് എന്തെങ്കിലും ഉണ്ടോ, നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് സ്വയം ചോദിക്കുന്ന രീതിയിലായിരിക്കണം. പിന്നെ ഇന്റർഗ്രേറ്റഡ് ഇമോഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ഇമോഷൻസിന് നമ്മൾ വാല്യുബിൾ ആക്കുക എന്നുള്ളത്. അവര് എന്ത് ഇമോഷൻസ് കാണിച്ചാലും അത് നമ്മൾ അംഗീകരിക്കുന്ന രീതിയിലായിരിക്കണം. കാരണം നമ്മളത് നിങ്ങൾ ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കൗൺസിലിംഗ് സെഷനിൽ ഇങ്ങനെ ഒന്നും കാണിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഇവിടെ ഉറക്കനെ ചിരിക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു നിബന്ധനകളും നമ്മളൊന്നും അവിടെ വെക്കാൻ പാടില്ല. അപ്പൊ അതിനനുസരിച്ച് എന്താണ് പിന്നെ അവരോട് പെരുമാറാൻ പറയുക. പിന്നെ ലെറ്റർ റൈറ്റിംഗ് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് അവരുടെ ഇമോഷൻസ് എന്താണ് ഒരു ലെറ്ററിൽ കൂടെ തന്നെ അവിടെ ഇപ്പൊ നമ്മുടെ മുമ്പിൽ പറയാൻ പറ്റുന്നില്ല, സ്പോട്ടിൽ അവരോട് എഴുതുക. നിങ്ങൾക്ക് പേപ്പർ എടുത്തിട്ട് നിങ്ങൾ സ്വയമായിട്ട് എഴുതാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് എന്താണ് വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ ഇപ്പൊ നിലവിലുള്ളത് എന്ന്. പിന്നെ ഇതില് പ്രധാനമായിട്ട് ടെക്നിക്കൽ, പിന്നെ നമുക്കൊരു ഒരു ഫൈനലായിട്ടൊരു ടോട്ടലി ഇത് പറയുമ്പോൾ സൈക്കോ എഡ്യൂക്കേഷൻ തന്നെയാണ് പ്രധാനമായിട്ടും. എന്താണ് സ്കീമ, നിലവിൽ അവരെ മനസ്സിൽ എന്താണ് സ്കീമ എന്ന് മനസ്സിലാക്കി കൊടുക്കുക. സ്കീമകൾ ഒരുപാടുണ്ട്. പിന്നെ ഞാൻ ഒന്നിനും കൊള്ളൂല, അല്ലെങ്കിൽ എന്നെ ആർക്കും ഇഷ്ടമില്ല, അങ്ങനെ പലതരത്തിലുള്ള ഒരുപാട് സ്കീമുകൾ അവർക്കുണ്ട്. അതിൽ നമ്മൾ കോർ ബിലീഫ് പോലെ തന്നെ അവരുടെ വിശ്വാസങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതിനെതിരെ എന്താണ് സൈക്കോ എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കുക. അവിടെ എന്താണ് ആ ഒരു സ്കീമുകളെ നമ്മളെന്താണ് കറക്ഷൻ ചെയ്യണം. ജീവിതത്തിൽ അവർക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ അവരുടെ ലൈഫിലേക്ക് ഹാപ്പിനെസ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം. പിന്നെ അതേപോലെ സോക്രാറ്റിക് ഡയലോഗുകൾ ഉപയോഗിക്കുക. കാരണം നിങ്ങളെ ഒരു ചിന്തകൾക്ക് എത്രത്തോളം തെളിവുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ അവരോട് ചോദിക്കുക. കാരണം ഞാൻ ഒരു കുട്ടി വന്ന് പറയാണ്, എന്നെ ഒരിക്കലും ആരും സ്നേഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാനൊരു സ്നേഹിക്കപ്പെടാൻ കഴിവില്ലാത്ത ഒരാളാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവരോട് ചോദിക്കുക, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആണ് നിങ്ങൾ പറയുന്നത്? ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കാതിരുന്നിട്ടുണ്ടോ? ഇങ്ങനെ ഒരു പ്രകടനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ചെറുപ്പകാലത്ത് ഒരു സംഭവം നടന്നു വെച്ച് ഇതേ സമയത്തും അതേപോലെയാണ് നടക്കുന്നത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അവരോട് ചോദിക്കേണ്ടത്. ആ സമയത്ത് അവരുടെ ചിന്തകളെ നമ്മൾ നോക്കണം, ഫീലിങ്സ് നോക്കണം. അപ്പൊ ആ ഫീലിങ്സ് നോക്കുന്ന സമയത്ത് ചിന്തകൾ എങ്ങോട്ടാണ് പോയത്, പഴയ കാലത്ത് പോയിട്ടുണ്ടോ? ആ സമയത്ത് നമുക്ക് ഇന്നർ ഹീൽ ചെയ്യാം, ആ ഓർമ്മകളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യിപ്പിക്കാം എന്നിങ്ങനെയൊക്കെ തരത്തിലുള്ള രൂപത്തിലായിരിക്കണം. പിന്നെ സ്കീമ ഫ്ലാഷ് കാർഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഈ ഒരു പിന്നെ കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് അതിന്റെ കൂടെ ചെയ്യാം. കാരണം കൊഗ്നിറ്റീവ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും നെഗറ്റീവ് ചിന്തകൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, അവരുടെ മനസ്സിലൂടെ എന്തൊക്കെയാ ചിന്തകൾ പോകുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള. ആ സമയത്ത് അവര് പറയാണ്, എന്നെ എല്ലാരും ഉപേക്ഷിക്കാൻ തയ്യാറുള്ള ഒരാളാണ്, അല്ലെങ്കിൽ എന്റെ കൂടെ ആരും ഉണ്ടാവില്ല എന്നുള്ള ഒരു ചിന്ത ഉള്ള ഒരു നെഗറ്റീവായ ചിന്ത വന്നിട്ടുള്ളതാ. അവിടെ സ്കീം എന്താണ് വരിക, ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരു ന്യൂനത ഉള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു സ്കീം അവിടെ വരാനുണ്ട്. അപ്പോ
അവിടെ എന്താണ് നമ്മൾ ഈ ഒരു തോട്ട് റെക്കോർഡ് കൊടുത്ത് എവിഡൻസ് ബേസ് ആയിട്ട് നമുക്ക് അവരോട് ചോദിക്കും, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് എവിഡൻസ് ബേസ് ആയിട്ടുള്ളത്? നിങ്ങൾ കൂട്ടുകാരോ പറഞ്ഞു, അല്ലെങ്കിൽ ഫാമിലിയിൽ ആരോ പറഞ്ഞു? അപ്പൊ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്താണ് ആരെങ്കിലും പറഞ്ഞിട്ട് ഇതിന് ആരെങ്കിലും പൂർണ്ണമായിട്ട് എന്താണ് സമ്മതിച്ചു തന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? പിന്നെ അല്ല, ഫൈനലി നമ്മൾ എഴുതേണ്ടത് ബാലൻസ് തോട്ടാണ്. ഇതേപോലെ നിങ്ങളുടെ ലൈഫിൽ ഇതേപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഇതിന് കൊടുക്കുക എന്നുള്ളത്. കാരണം നെഗറ്റീവായ ചിന്തകൾ തുടങ്ങുന്നു, അതിൽ വ്യക്തിഗതമായിട്ടുള്ള ഒരു കോർ ബിലീഫ് ഉണ്ടാവുന്നു. ആ കോർ ബിലീഫിൽ നിന്ന് ആളെന്താണ് പൂർണ്ണമായിട്ടും വൈകാരികമായും ഫിസിക്കലി ആയിട്ടും ഒരു ഇൽനെസ്സിലേക്ക് പോകുന്നു. അങ്ങനെയാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് വരുന്നത്. പിന്നെ അതേപോലെയാണ് ഈ ഒരു സ്കീമ ഫ്ലാഷ് കാർഡ്. നമ്മൾ പലതരത്തിലുള്ള ഫ്ലാഷ് കാർഡുകൾ ഉണ്ടാവും. ചിലപ്പോൾ അതൊന്നും പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ലെവലിൽ നമ്മൾ നോക്കില്ല. എങ്കിൽ പോലും അത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള മോശമായിട്ടുള്ള കുറെ എക്സ്പ്രഷൻ ഉള്ള ഇമോജി ഒക്കെ വെച്ചിട്ടുള്ള കാർഡുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ ഏതാണ് നിങ്ങളുടെ ലൈഫിൽ ഉള്ളത് എന്ന്. കാരണം ഒരു ഓപ്പൺ അപ്പ് അല്ലാത്തൊരു ക്ലയന്റ് ആണ് വരുന്നതെങ്കിൽ ഈ ഒരു സ്കീമ ഫ്ലാഷ് കാർഡ് ഒക്കെ നല്ലതാണ്. പിന്നെ അതേപോലെ പോസിറ്റീവ് ഡാറ്റ ലോഗ്. നിരന്തരമായിട്ട് എന്താണ് അഫർമേഷനും അസർട്ടീവും കമ്മ്യൂണിക്കേഷനും ഒക്കെ നടത്തുന്ന രീതിയിൽ അവർക്ക് എന്താണ് ഡെയിലി ആയിട്ട് ഒരു ഡാറ്റ ലോഗ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഒരു ദിവസം ഇന്നൊരു കാര്യം നിങ്ങൾ ഒരു 10 പ്രാവശ്യം എഴുതണം, അല്ലെങ്കിൽ എന്താണ് ഒരു ദിവസം 10 മിനിറ്റ് എങ്കിലും എന്നോട് നല്ല വീട്ടിൽ ആരോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ ലോഗ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ കോസ്റ്റ് ബെനിഫിറ്റ് അനലൈസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു മോശമായിട്ടുള്ള കാര്യം നടന്നാലും ഏറ്റവും നല്ല കാര്യം ചെയ്താലും അതിന്റെ 2 വശങ്ങൾ എന്താണ് നമ്മൾ അംഗീകരിക്കണം എന്നുള്ള രീതി. ജീവിതത്തിൽ എപ്പോഴും ഒരാൾക്ക് സങ്കടങ്ങൾ ഉണ്ടാവില്ല, അതേപോലെ എപ്പോഴും എന്താണ് സന്തോഷങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ പണ്ട് നിങ്ങളോട് പാരന്റ് ഇതേപോലെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പാരന്റ് നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം, അത് അന്നത്തെ സിറ്റുവേഷൻ അതായിരുന്നു, ചിലപ്പോൾ നിങ്ങളുടെ നല്ലതിന് വേണ്ടി ആയിരിക്കാം എന്നത്. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം. ഇനി അതേ സമയത്ത് ഒരു അബ്യൂസ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചിലപ്പോൾ നമ്മൾ ഒരുപാട് ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ഒരുപാട് കാലം കൊണ്ടുപോകേണ്ടി വരും. അതനുസരിച്ചായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ലാബലിംഗ് ആൻഡ് ഡിസ്റ്റൻസ് നോട്ടിങ്. ലാബലിംഗ് എന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടാകും അയാം സ്റ്റുപ്പിഡ് അല്ലെങ്കിൽ അയാം ലൂസർ എന്നൊക്കെ പറയുന്ന ഒരുപാട് കോർ ബിലീഫുകൾ ഉണ്ടാവും. അതിനൊക്കെ എതിരാണ് എന്താണ് നമ്മൾ അവർ വ്യത്യസ്തമായിട്ടുള്ള ചിന്താ രീതികൾ അവർക്ക് എവിഡൻസ് ബേസ് ആയിട്ടുള്ള റിയാലിറ്റിയുമായിട്ട് കണക്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എവിടെയാണ് നിങ്ങൾ തോറ്റിട്ടുള്ളത്, എവിടെയാണ് നിങ്ങൾ എന്താണ് മറ്റുള്ള ആളുകളിൽ നിന്ന് മോശക്കാരനായിട്ടുള്ള വ്യക്തമായിട്ട് നമ്മൾ തന്നെ തെളിയിച്ചു കൊടുക്കുക ഓരോ ചോദ്യങ്ങളായിട്ട്. പിന്നെ ഈ ഒരു ബിഹേവിയറൽ ടെക്നിക്ക് എന്ന് നമുക്ക് അയാളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ ചിലത് കൊടുക്കാം. ബിഹേവിയർ പാറ്റേൺ ബ്രേക്ക്. നിലവിൽ അയാൾ എന്ത് സ്വഭാവമാണ് കാണിക്കുന്നത് അനുസരിച്ച് എന്താണ് ഡെയിലി ലൈഫിൽ റൊട്ടൈൻ ഒക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് അയാൾക്ക് എന്താണ് ഇപ്പൊ പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഏത് ഏരിയ ആണ്, ഏത് ആളുകളാണ്, അതിലേക്ക് എന്താണ് അവരുമായിട്ട് സംസാരിച്ച് ഓക്കെ ആക്കി കൊടുക്കുക. പിന്നെ എക്സ്പോഷർ ടാക്സ് വേണമെങ്കിൽ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും എക്സ്പോഷർ കൊടുക്കുക. ചിലപ്പോൾ കുടുംബത്തിലേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ മറ്റുള്ള കുടുംബത്തിലെ ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇയാൾക്ക് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ട്, നിങ്ങളൊക്കെ ഒരു ഉപേക്ഷിച്ച് പോകുന്നുള്ള ചിന്തകളുണ്ട്, സങ്കടങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് മാറ്റിയെടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പോഷർ കൊടുക്കുക, റോൾ പ്ലേ കൊടുക്കുക. പിന്നെ ഹോംവർക്ക് അസൈൻമെന്റ് കൊടുക്കുന്ന സമയത്ത് ആൾക്ക് എന്താണ് അത് പൂർണ്ണമായിട്ട് ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കുക. മാക്സിമം എന്താണ് ഒരു 3-4 മാസം ജേണൽ മാത്രം എഴുതാൻ കൊടുത്താൽ മതി. അതേപോലെ അസർട്ടീവ് ആയിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ കൊടുക്കുക. അതൊക്കെ അല്ലാണ്ട് വേറെ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ചെയ്താൽ ആൾ ചെയ്യില്ല, അത് ഉറപ്പാണ്. പിന്നെ സ്കിൽ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇതിന്റെ കൂടെ തന്നെ അയാൾക്ക് പൊതുവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന് പഠിക്കാൻ പറ്റുന്ന ആളുകൾ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകാൻ നിർത്തിയിട്ടുള്ള ഒരാളാണെങ്കിൽ അതിനൊക്കെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് സോഷ്യലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സപ്പോർട്ടീവായിട്ട് ചെയ്തു കൊടുക്കുക. പിന്നെ കോണ്ടിനൻസി മാനേജ്മെന്റ് പറയുമ്പോൾ ആൾക്ക് ഇപ്പൊ നിലവിലുണ്ടായിരുന്ന ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള സപ്പോർട്ടീവ് ഉള്ള ടീമിനെ ഒന്ന്, ഇനി പാരന്റ് ആണോ, ഇനി മറ്റുള്ള സിബ്ലിംഗ് ഗ്രൂപ്പ് ആണോ, ഇനിയിപ്പോ ടീച്ചേഴ്സ് ആണോ, പാരന്റ് ആരുമായിക്കോട്ടെ, അവരുമായിട്ട് എന്താണ് നല്ലൊരു ഡീലപ്പ് ഉണ്ടാക്കി അവരെ സപ്പോർട്ടോട് കൂടി എന്താണ് നമ്മൾ ഈ തെറാപ്പി സെഷൻ കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഇതില് ഏറ്റവും ഫൈനലി ആയിട്ട് നമ്മുടെ റോൾ എന്താണ്, ഏറ്റവും നമ്മൾ പറഞ്ഞത് തന്നെയാണ്. എല്ലാവരും ജസ്റ്റ് ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറയാം. ജസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഉദാഹരണം തന്നെ എക്സാമ്പിൾ ആണ്. ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. അതായത് നിങ്ങളൊരു ബസ്സിന്റെ ഡ്രൈവർ ആണെങ്കിൽ എല്ലാവരും മൈൻഡും അല്ലെ നിങ്ങളുടെ അറ്റൻഷനും നിങ്ങളുടെ ശ്രദ്ധയും പൂർണ്ണമായിട്ട് ഇതിലേക്ക് വരണം കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പോൾ എല്ലാവരും ഇതിന്റെ ഉത്തരം പറയേണ്ടതുമാണ്. അപ്പോൾ നിങ്ങളൊരു ബസ്സിന്റെ ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ് എടുത്തു എന്ന് വിചാരിക്കുക. ആ ബസ് എടുക്കുന്ന സമയത്ത് ആദ്യം 5 പേര് ബസ്സിന്റെ ഉള്ളിൽ കയറി. അങ്ങനെ ബസ് എടുത്തു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റോപ്പിലെത്തി. ആ 5ൽ നിന്നും ഒരാൾ പുറത്തിറങ്ങി കാൽക്കുലേഷൻ ചെയ്യണം. നിങ്ങളെ ഒരു കയ്യിൽ ഒരു പെന്നോ പേപ്പറോ ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ.
അപ്പോൾ 5-ൽ നിന്നും ഒരാൾ പുറത്തിറങ്ങി. ആ സമയത്ത് തന്നെ ആ സ്റ്റോപ്പിൽ തന്നെ 2 പേര് ഉള്ളിൽ കയറി. അങ്ങനെ 2 സ്റ്റോപ്പ് കഴിഞ്ഞു. 3-ാം സ്റ്റോപ്പിലെത്തിയപ്പോൾ അവിടുന്ന് എന്താണ് 3 പേര് പുറത്തേക്ക് ഇറങ്ങി. അവിടുന്ന് ഒരാൾ ഇന്നായി. അങ്ങനെ 3 സ്റ്റോപ്പും കഴിഞ്ഞു. അപ്പോൾ 4-ാമത്തെ സ്റ്റോപ്പിലെത്തിയപ്പോൾ ആൾക്കെന്തോ ഈ ഒരു ബസ്സിൽ നിന്നും 3 പേരിറങ്ങി, പുറത്തുനിന്ന് 5 പേര് ഉള്ളിൽ കയറി. ഫൈനലി ലാസ്റ്റ് സ്റ്റോപ്പിലെത്തിയപ്പോൾ ആരും ഇറങ്ങിയിട്ടുമില്ല, ആരും കയറിയിട്ടുമില്ല. ഇനി ഒന്നുകൂടി പറയണോ? ഓക്കെ, എല്ലാവരും കേട്ടോ? ഒന്നുകൂടെ പറയണം സാർ. നിങ്ങൾക്ക് ഈ ക്വാണ്ടിറ്റി എത്രയും ആക്കാട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യത്തെ സ്റ്റോപ്പിൽ നിന്നും എത്രയാണ് നമ്മൾ പറഞ്ഞു? 3 പേര്, 5 പേര് പറഞ്ഞു. 5. അതായത് ബസ് സ്റ്റാൻഡ് 5 പേര് പറഞ്ഞു. 5 പേര് പറഞ്ഞു, 5 ആള് കയറി ആദ്യ സ്റ്റോപ്പിൽ നിന്ന്. സെക്കൻഡ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ എന്താണ് അവിടുന്ന് ഒരാൾ ഇറങ്ങി, 3 പേര് കയറി. അപ്പൊ ഈ എമൗണ്ട് മാറിയാൻ കുഴപ്പങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളില്ല. അത് വ്യക്തമായി കേട്ട ഒരാൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്നോട് ആ അക്കൗണ്ട് മറന്നുപോയി. 5-ല് ഒരാള് ഇറങ്ങി, 4 പേര് കയറി. അല്ല, ഇല്ല, 2 പേര്. 2 പേര് കയറി. പിന്നെ അടുത്ത സ്റ്റോപ്പില് 3 പേര് ഇറങ്ങി, ഒരാള് 3 പേര് ഇറങ്ങി, ഒരാള് കയറി. പിന്നെ അടുത്ത സ്റ്റോപ്പില് 5 പേര് കയറി, 5 പേര് കയറുകയാണ് ചെയ്തത്. പിന്നെ 4-ാമത്തെ സ്റ്റോപ്പില് ഫൈനല് 5 പേര് അതിലുണ്ടായിരുന്നു. അല്ല അതിലിടയ്ക്ക് 3 പേര് ഇറങ്ങി, 4 പേരിൽ നിന്ന് 3 പേര് ഇറങ്ങി, ഒരാള് വന്നു, വീണ്ടും 5 പേര് കയറി. അതന്നെയാണ്. ഓക്കെ. അപ്പോ എന്റെ ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾ എല്ലാവരും കാൽക്കുലേറ്റ്, ഏകദേശം ഒരു കാൽക്കുലേഷൻ കിട്ടിയിട്ടുണ്ടാവും, ഒരു എമൗണ്ട്. അപ്പോ എന്റെ ഒരു ക്വസ്റ്റ്യൻ, നമ്മളിപ്പോ തുടക്കത്തിൽ എന്താണ് പറയുന്നത്? നിങ്ങളാണ് ബസ് ഡ്രൈവർ എങ്കിൽ മൈ ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങളുടെ കണ്ണിന്റെ നിറം എന്താണെന്ന. ആ ഒരു സിറ്റുവേഷൻ 4 സ്റ്റേജ് കഴിഞ്ഞു. അപ്പോ നിങ്ങളുടെ കണ്ണിന്റെ നിറം എന്താണ് എന്നുള്ളതാണ്. ഇവിടെ സ്കോർ ആവശ്യമില്ല. നിങ്ങളുടെ ആ സിറ്റുവേഷൻ 4 സ്റ്റേജ് നിങ്ങൾ കളഞ്ഞു. ബസ് സ്റ്റോപ്പിൽ ആള് കയറി ഇറങ്ങി, നിങ്ങൾ ഏകദേശം ആളെ കിട്ടി, എണ്ണം കിട്ടി. പക്ഷെ 5-ാമത്തെ സ്റ്റോപ്പിൽ നിങ്ങൾ ഇറങ്ങിയ സമയത്ത്, ബസ് നിർത്തിയ സമയത്ത് നിങ്ങളെ കണ്ണിന്റെ നിറം എന്താണ്? ഓരോരുത്തർ പറഞ്ഞോളൂ. മുമ്പുണ്ടായിരുന്ന അതേ നിറമാണ്. എക്സാക്ട്ലി. അത് തന്നെയാണ് നമുക്ക് ആൻസർ ആയിട്ട് ഇവിടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഒബ്സർവേഷൻ മീൻസ് എന്താണ്? ഈ ഒരു ബോർഡർ ലൈൻ ക്ലയന്റ് നമ്മുടെ മുമ്പിൽ ഇരുന്നാൽ 1 മണിക്കൂർ, എത്ര 20 സെഷൻ 30 സെഷൻ വന്നു കഴിഞ്ഞാലും നമ്മുടെ ഒരേ മൈൻഡും നമ്മുടെ ബോഡി ഫിസിക്കലിയും ശാരീരികമായിട്ടുള്ള മെന്റലി എല്ലാം നമ്മൾ അവരെ കൂടെ തന്നെ വേണം. ഒരു മൈന്യൂട്ട് ആയിട്ട് പോലുള്ള ശ്രദ്ധകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ എന്താണ്, നമ്മൾ കൊടുക്കുന്ന തെറാപ്പികളൊക്കെ അവിടെ പാളി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് തുടക്കത്തിൽ നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ സങ്കടം കേട്ടിട്ട് നമ്മൾ ഫീലിങ്സ് ആയിട്ട് കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊന്നും നമ്മുടെ മൈൻഡ് മാറാൻ പാടില്ല. അതിനാണ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ കേട്ട എക്സാമ്പിൾ തന്നെ ആയിരിക്കും, പക്ഷെ അത് ബോർഡർ ലൈനിൽ പലതരത്തിൽ എന്താണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നോട് സാറ് പറഞ്ഞിട്ട്, ഞങ്ങൾ ക്ലാസ് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. കാരണം നമ്മൾ കാൽക്കുലേറ്റർ ഒക്കെ എടുത്ത് കൂട്ടി 15 16 ഒക്കെ കിട്ടി. അപ്പൊ സാറ് വെച്ച് കഴിഞ്ഞാൽ ഉത്തരം ഇതല്ല, എന്റെ ചോദ്യം ഇതല്ല എന്നുള്ളത്. അപ്പോ ഏതായാലും നല്ല ഒരു ആൻസർ ആണ്. അപ്പൊ അതേപോലെ ആയിരിക്കും നമ്മൾ ഒബ്സർവേഷൻ അവിടെ കൊടുക്കേണ്ടത്. പിന്നെ അതേപോലെ ആക്റ്റീവ് ലിസണിങ്. ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സഹാനുഭൂതി കൊടുക്കുക, അയാളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്താണ് അയാൾ പറയുന്നത്, എന്തൊക്കെ രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അതൊക്കെ എന്താണ് നല്ല രീതിയിൽ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുക. പിന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിങ് ചോദിക്കുക, അയാളെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. പിന്നെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇപ്പൊ എങ്ങനെയാണ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ക്ലോസ്ഡ് എൻഡഡ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. പിന്നെ വളഞ്ഞു തിരിഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ട് പിന്നെ അയാളോട് ചോദിക്കുക, നിങ്ങളെ ഒരു ബുദ്ധിമുട്ട് നിലവിൽ കുറെ അനുഭവിക്കുക, താൽക്കാലികം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ, മാറിക്കൂടെ. നമ്മൾ അങ്ങോട്ട് പിന്നെ ഒരു ഉപദേശം കൊടുക്കുന്നത് പോലെ, ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കുന്നത് പോലെ ആവരുത്. അപ്പൊ അയാളെ പ്രശ്നങ്ങളൊന്നും അയാൾക്ക് നിരന്തരമായി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. പിന്നെ അതേപോലെയാണ് ഗോൾ സെറ്റിങ്സുകൾ. അയാൾക്ക് അനുയോജ്യമായിട്ടുള്ള ഗോൾ സെറ്റിങ്സുകൾ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഏകദേശം ഞാനൊരു PPT പെട്ടെന്ന് ചെയ്തത് കൊണ്ട് കുറെ മിസ്സിംഗ് ആണ്. അതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ എനിക്കും വന്നിട്ടുള്ളത്. ഓക്കെ ആണോ എല്ലാവരും? ഏകദേശം ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ ഒന്ന് ചെയർ നിങ്ങൾ ഉപയോഗിക്കാം, ചെയർ ടെക്നിക്ക്. പിന്നെ അതേപോലെ ലെറ്റർ റൈറ്റിംഗ്,
സിറ്റുവേഷൻ ബേസ് വെച്ചിട്ട് നമ്മൾ അവരൊന്ന് എനർജറ്റിക് ആക്കാൻ വേണ്ടി ലെറ്റർ റൈറ്റിംഗ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ട്. പിന്നെ അതേപോലെ പിന്നെ നമ്മളെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ഉപയോഗിക്കുക. പിന്നെ അവരെ ഏറ്റവും കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. പിന്നെ സ്കീമ തെറാപ്പിയിലേക്ക് നമ്മൾ എന്താണ് അതിന്റെ ഡെഫിനേഷനും കാര്യം കുറഞ്ഞതേ പറയും. മുമ്പ് ഞാൻ എടുത്തുള്ളത് കൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ബോർഡർ പറഞ്ഞത് ഒന്നുകൂടെ ലൈനിലേക്കാണ് റിപ്പീറ്റ് പോയിട്ടുള്ളത്. ചെയ്യോ? ഏത് ഇപ്പൊ പറഞ്ഞ ടെക്നിക്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? ടെക്നിക്ക് ഒന്ന് നമ്മൾ ചെയർ ടെക്നിക്ക് ആണ്. അതായത് പിന്നെ അതേപോലെ കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്, അതായത് CBT ഉപയോഗിക്കുന്ന കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു ടെക്നിക്കാണ് കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്. അതിന് തോട്ട് റെക്കോർഡാണ് അവിടെ കൊടുക്കുക. തോട്ട് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾസ് കൊടുക്കാം. പിന്നെ അതേപോലെ ലെറ്റർ റൈറ്റിംഗ്, ജേർണലിംഗ്, ഇതൊക്കെയാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർക്ക് ആളുകൾക്ക് നമ്മൾക്ക് എന്താണ് ഒരു ആക്ടിവിറ്റീസ് ആയിട്ടും ചെയ്യുക. പിന്നെ ഇവർക്ക് എന്താണ് മറ്റു തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെയാണ് അടഞ്ഞിട്ടാണ് ചെറിയൊരു വീട്ടിൽ നിന്നും ആക്ടിവിറ്റീസ് ഉണ്ട്, വീട്ടിൽ പുറത്തേക്ക് പോവുക, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സപ്പോർട്ടുകാരുടെ സപ്പോർട്ടോട് കൂടി അവർക്ക് സോഷ്യൽ സ്കില്ലുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക, എഡ്യൂക്കേറ്റഡ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. സർ ഇതില് ഉം. ഉം. ഈ 3 ചെയർ മെത്തേഡ് അല്ലാതെ 2 ചെയർ മെത്തേഡും വരുമല്ലോ. അതും കൊടുക്കാം. അത് സെക്കൻഡ് സ്റ്റേജിലേക്കാണ് വരുന്നത്. നമ്മൾ ഫസ്റ്റില് 3 ചെയർ കൊടുക്കും. പിന്നെ ആൾക്ക് തീരെ പറയുന്നില്ല എങ്കിൽ ചിലപ്പോൾ ആ ഒരു ഇന്നർ ഹീൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അയാൾക്ക് ചിലപ്പോൾ അച്ഛനോട് മാത്രം ഇഷ്ടക്കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മയോട് മാത്രമാണ് പ്രശ്നമുള്ളതെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു ചെയർ മാറ്റിയിട്ട് നമുക്ക് 2 ചെയർ ആക്കി കൊടുക്കാം. മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഒരു ചെയർ നമ്മൾ മാറ്റിയിട്ട് സെക്കൻഡ് 2 ചെയർ മാത്രമാക്കി കൊടുക്കും. ഓക്കെ. സാർ ഇത് പിന്നെ നമ്മള് ടെക്നിക്കൊക്കെ പറയൂ. നമ്മള് കൗൺസിലിങ്ങില് ചെയ്യുന്ന പോലെ തന്നെ അതേ പ്രോസസ്സിലൂടെ കടന്നു പോയതിനു ശേഷമല്ലേ ടെക്നിക്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യേണ്ടത്? അതങ്ങനെ തന്നെ. അതൊക്കെ കഴിഞ്ഞിട്ട് അയാളെ റാപ്പോവിന്റെ വലിയ കേസ് നമ്മൾ പഠിച്ചതിന് ശേഷമല്ലേ? അതെ, പഠിച്ചതിന് ശേഷം നമുക്ക് അയാൾക്ക് വന്നാണ് സ്കീമുകൾ അയാൾക്ക് തന്നെ മോഡലാക്കി പറഞ്ഞു കൊടുക്കുക. നമ്മളെ സ്കീമുകൾ ഇങ്ങനെയൊക്കെ സിറ്റിങ്ങിലൊക്കെ ഈ സ്കീമ തെറാപ്പി നമുക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റും. നമുക്ക് ഇപ്പൊ ഇത് ആള് കുറച്ച് നമ്മളെ മുമ്പിൽ കൗൺസിലിംഗ് ആള് വളരെ താല്പര്യത്തോട് വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ സ്കീം ഫസ്റ്റ് തന്നെ നമുക്ക് കൊടുക്കാം. ആള് ആക്റ്റീവ് ആണ്, ഒക്കെ എല്ലാം കേൾക്കാൻ തയ്യാറാണ്, പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട്, ഇമോഷൻസിനൊക്കെ സങ്കടങ്ങളെ തിരിച്ചറിയുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി 90% ആളുകളും നമ്മുടെ മുമ്പിൽ ഒരു കരച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ കരച്ചിൽ ഒന്ന് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓക്കെയാണ്. ആള് ഏകദേശം റിയലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രേ കാലം കുടുംബത്തിന്റെ മുമ്പിലും ആൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മുമ്പിൽ കരയാത്ത ഒരാള് എവിടോ കിടക്കുന്ന നമ്മുടെ മുമ്പിൽ വന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അത്രക്കും വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് അയാൾ സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കുന്നു, അത് നമ്മൾ നിമിത്തമാകുന്നു എന്ന് മാത്രം. വേറെന്താണ് ഇതുമായിട്ട് റിലേറ്റഡ് ചോദിക്കുക. ചെയർ ടെക്നിക്ക് ഒന്ന് പറയാമോ? ചെയർ ടെക്നിക്ക് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ, അതായത് പിന്നെ എക്സാമ്പിൾ എന്ന ഒരു കേസ് നമുക്ക് അതിലേക്ക് കൊണ്ടുപോരാം. ഒരു കുട്ടി, ഒരു ട്രോമയുള്ള ഒരു കുട്ടി, അതായത് ചെറുപ്പകാലത്ത് തന്നെ ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ സ്വന്തം ഒരു പിന്നെ അച്ഛനും ഉപേക്ഷിച്ച് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും വല്ലാത്ത പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ആയി പോവുക, അമ്മയുടെ കൂടെ മാത്രം താമസിച്ചൊരു കുട്ടിക്ക് വല്ലാത്ത ഇമോഷൻ പ്രശ്നം ഇതേപോലെ ആയിട്ട് നമ്മുടെ അടുത്ത് വന്നെന്ന് വിചാരിക്കുക. ആ സമയത്ത് കുട്ടിയുടെ എന്താണ് നമ്മള് ചെയർ ആദ്യം, കാരണം അമ്മ പറഞ്ഞത് എന്താണോ അതായിരിക്കും കുട്ടിയുടെ ഒരു ലൈഫ്. അച്ഛൻ ചിലപ്പോ അമ്മയുടെ ഭാഗത്ത് തെറ്റാണെങ്കിൽ പോലും അമ്മ പറഞ്ഞിട്ടുണ്ടാവുക എന്താണ് ആ കുട്ടിയോട്, അച്ഛൻ നമ്മളെ ഉപേക്ഷിച്ച് പോയതാണ്, അപ്പോ അച്ഛനെ മോശമാക്കി പല കാര്യങ്ങളും ഇവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള കേസാണ് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു 2 ചെയറിന് പകരം എന്താണ് അമ്മയുടെ കൂടെയാണ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം സിംഗിൾ ആയിട്ടുള്ള ഒരു ചെയർ കൊടുക്കുക. അതായത് ഒരു കുട്ടിയും ഈ പറഞ്ഞിട്ടുള്ള ഒരു അച്ഛനെ മാത്രം, അമ്മയെ കൊടുക്കരുത് അവിടെ. അച്ഛനോട് എന്താണ് ഈ വർഷങ്ങളുമായിട്ട് കുട്ടിക്ക് പറയാനുള്ളത്, ദേഷ്യമാണോ അല്ലെങ്കിൽ സങ്കടമാണോ അല്ലെ ഇഷ്ടമാണോ എന്നുള്ളത് കുട്ടീനെ കൊണ്ട് പറയിപ്പിക്കും. അതേ സമയത്ത് കുട്ടി അവിടെ ഒന്നും ഒരക്ഷരം മിണ്ടുന്നില്ല, ചെയർ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ചിരിക്കുന്ന സമയത്ത് എന്താണ് ആ അച്ഛനെ മാറ്റിയിട്ട് അമ്മേന്റെ അടുത്ത് കൊണ്ടുപോവുക.
അമ്മയുടെ കൂട്ട സമയത്ത് അമ്മയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ ചെയർ അമ്മയോട് സംസാരിക്കുന്നുണ്ട് വിചാരിക്കും. ഇനിയിപ്പോ അമ്മയോട് സംസാരിക്കുന്നില്ല, ആ ചെയറിനോട് റിയൽ ആയിട്ട് അമ്മയോടത്ത് കൊണ്ടുവരിക, അമ്മയുടെ ആ ചെയറിൽ കൊണ്ടുപോയി ഇരുത്തുക. ഒന്നും സംസാരിക്കാത്ത ആളുകൾ പ്രസന്റ്ലി കൂടെ ആരാ ഉള്ളത്, അവരെ കൂടെ ആ ചെയറിൽ പ്രസന്റ്ലി അവർ ഫിസിക്കലി ആയിട്ട് ഇരുത്തിയിട്ട് അവരെ കൊണ്ട് കുട്ടി സംസാരിക്കുന്നുണ്ടോ നോക്കുക. അവിടെയും സംസാരിക്കുന്നില്ലെങ്കിൽ കുട്ടീനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് സൈക്കാട്രിക് ലെവലിൽ പോകണം. കുട്ടിയുടെ അത്രയ്ക്കും പ്രശ്നം ഉള്ളിൽ സിവിയർ ആണ്, കുട്ടിക്ക് ഉള്ളിൽ കിടക്കുന്ന പ്രശ്നങ്ങൾ. കാരണം ഏകദേശം നമ്മളൊരു ഗെയിംസ് പോലെ ഒരു ആക്ടിവിറ്റീസ് ചെയർ കൊടുക്കുമ്പോൾ കുട്ടി നമ്മൾ തന്നെ അവിടെ ഉണ്ടാവില്ല. ആ ഒരു തൽക്കാലം നമ്മൾ ജസ്റ്റ് ഒന്ന് ദൂരത്ത് മാറി നിന്നിട്ട് ഒരു റെക്കോർഡിങ് പോലെയൊക്കെ നമ്മൾ ചെയ്യുകയാണത്. കുട്ടി എന്താണ് സംസാരിക്കുന്നത് അല്ലെ മിണ്ടാതെ നമ്മൾ ശ്രദ്ധിക്കും, പക്ഷെ കുട്ടിയുടെ അടുത്ത് നമ്മൾ നിൽക്കില്ല. അടുത്ത് നിൽക്കുമ്പോൾ കുട്ടി ഒന്നും മിണ്ടില്ല, എന്താ കുട്ടിക്ക് പറയേണ്ടെന്ന് ഓർമ്മ ഉണ്ടാവും. അപ്പൊ ഒന്ന് മാറി നിന്ന് നമ്മൾ നോക്കിയ അല്ലെങ്കിൽ ഒരു വീഡിയോ പോലെയൊക്കെ എടുത്തിട്ട് കുട്ടിക്ക് നമുക്ക് മനസ്സിൽ കുറേ കുട്ടികളാണെങ്കിൽ മാത്രമല്ലോ, മുതിർന്നവരാണെങ്കിൽ ഇപ്പോൾ വീഡിയോ റെക്കോർഡൊന്നും വേണമെന്നില്ല. അവിടെ നമ്മൾ മൊബൈൽ ഒന്ന് ഓൺ ആക്കി വെച്ചിട്ട് അവരോട് പറയാം നിങ്ങൾ സമ്മതപ്രകാരം ചെയ്യാണ്, വോയിസ് റെക്കോർഡാണ്, പിന്നീട് നിങ്ങൾക്ക് തന്നെ കേൾപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്, അതങ്ങനെ ചെയ്യാം. ആ ഒരു പ്രോസസ്സിങ്ങിലാണ് നമ്മൾ ചെയർ ടെക്നിക്ക് ഉപയോഗിക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആള് സംസാരിച്ചു കഴിഞ്ഞു, അച്ഛനും അമ്മയും കൂടെ വേണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് നിൽക്കുന്ന മൈൻഡ് സെറ്റ് ആണെങ്കിൽ രണ്ടുപേരെയും എന്താണ് ആ രണ്ട് ചെയറും കുറച്ച് ഗ്യാപ്പ് വിട്ട് സെൻട്രലായിട്ട് അയാൾ ആ ചെയർ കുട്ടീനെ അവിടെ ഇരുത്തുക. എന്നിട്ട് രണ്ട് കൈകളും എന്താണ് ജസ്റ്റ് ഫിസിക്കലി ആ ഒരു രണ്ട് ചെയറിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു 10 മിനിറ്റോളം അങ്ങനെ തന്നെ ഇരിക്കാൻ പറയും കുട്ടീനോട്. അതിനുശേഷം കുട്ടീനോട് പറയും, ഇപ്പൊ നിന്റെ കൂടെ അച്ഛനും അമ്മയും ഉണ്ടോ എന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് നിന്റെ മനസ്സിൽ വരുന്ന സന്തോഷങ്ങളൊക്കെ എന്തൊക്കെയാണ്, നമുക്ക് എന്താണ് അത് റിലേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ അവരോട് ചോദിക്കും. ഇതാണ് പ്രോസസ്സിങ് ചെയർ ടെക്നിക്. ഇത് സ്കീമയിൽ മാത്രമല്ല ജസ്റ്റാർട്ട് തെറാപ്പിയിൽ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ മറ്റു പലതരം കുറെ തെറാപ്പികൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷെ ഇത് മെയിൻ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സ്കീമയിലുള്ള തെറാപ്പിയാണ്. ഓക്കെ സാറേ, താങ്ക് യു വെരി മച്ച്. സാറേ ഇത് ഈ തെറാപ്പിയിലൂടെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആക്കാൻ പറ്റുമോ? ആ പറ്റും. കാരണം പിന്നെ അവരുടെ സ്കീമുകൾ നമ്മൾ മനസ്സിലാക്കി കൊടുത്താൽ തന്നെ അവർക്കുള്ള തെറ്റായിട്ടുള്ള കോർ ബിലീഫുകൾ നമ്മൾ മാറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് പൂർണ്ണമായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം എവിടെയാണ് അവർക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്, എവിടെയാണ് അവർക്ക് നഷ്ടബോധം ഉണ്ടായിട്ട് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കി കൊടുത്താൽ, കുട്ടിക്കാലത്താണോ അല്ലെ ഏർലി എക്സ്പീരിയൻസുകൾ എന്തെങ്കിലും ആണോ അല്ലെങ്കിൽ പ്രസന്റ് സിറ്റുവേഷൻ ആണോ, ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ആള് ഓക്കെ ആക്കി കഴിഞ്ഞാൽ എന്താണ് അവരുടെ മനസ്സിൽ ഞാൻ വളരെ മോശപ്പെട്ടവളാണ്, എന്നെ ഒന്നിനും കൊള്ളൂല, അല്ലെ എന്നെ ആർക്കും ഇഷ്ടമല്ല, അങ്ങനെ കുറെ കോർ ബിലീഫുകളുണ്ട്. അതേ സ്കീമുകളും ഉണ്ട്. ആ സ്കീമുകൾ നമ്മൾ അവരെ ചോദിച്ചറിയുക, അത് മനസ്സിലാക്കുക, എന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള പ്രോസസ്സിങ്ങിലൂടെ പതിയെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. സർ അവരുടെ ഈ നെഗറ്റീവ് തോട്ട്സ് മനസ്സിലാക്കിയിട്ട് അവരെ നമ്മൾ പോസിറ്റീവായിട്ട് എന്താ പറയാ തിരുത്തി കൊണ്ടുവരുന്നതാണോ ഈ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്? അതെ അതാണ് അതിൽ ഉപയോഗിക്കുന്ന ഒരു ടൂൾസ് ആണ് തോട്ട് റെക്കോർഡ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ചെയ്തോണമെന്നില്ല. CBT പഠിച്ചവർക്ക് അറിയാം ഇതിൽ എങ്ങനെയാണ് ഉപയോഗിക്കുക. തോട്ട് റെക്കോർഡിൽ നമ്മളൊരു ആക്ടിവിറ്റീസ് ആയി കൊടുക്കുക, അല്ലെങ്കിൽ നിരന്തരമായിട്ട് നമ്മൾ എഴുതുക ചെയ്യുക. അതിൽ നെഗറ്റീവ് ചിന്തകൾ എഴുതുന്നു, പിന്നെ ഇമോഷൻസ് എഴുതുന്നു. ഇമോഷൻസിന് പകരം എന്താണ് അവരെ ആ സമയത്ത് എന്താണ് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്നു, അത് എത്രത്തോളം സത്യമാണെന്ന് അത് അവർ തന്നെ പ്രൂവ് ചെയ്യുന്നു. അതിനുശേഷം ഫൈനലായിട്ട് ബാലൻസ് തോട്ട് എഴുതുന്നത് എന്താണ്, ഇത് എനിക്കോ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഇതേ സംഭവിച്ചാൽ ഞാൻ എങ്ങനെയാണ് അവിടെ ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എന്താണ് അവർക്ക് കൊടുക്കുക എന്നുള്ളത്. സർ ആ ജേർണലിംഗ് കൂടി ഒന്ന് പറയോ? ജേർണലിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രത്യേകിച്ച് ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് നമ്മൾ ജേർണൽ എഴുതാന്ന് അവരുടെ ചിന്തകളിൽ പിന്നെ എഴുതിപ്പിക്കുക. നമ്മൾ സാധാരണ നോർമലായി ജേർണൽ എഴുതുമ്പോൾ അവർ ചിന്തകളെ കുറിച്ച് എഴുതുക എന്നുള്ളതാണ്. പക്ഷെ ബോർഡർ ലൈൻ ആളുകൾക്ക് നമ്മൾ കൊടുക്കണം, ചോദ്യങ്ങൾ കൊടുക്കുക. നമ്മൾ CBTയിൽ പങ്കെടുത്തുള്ള ആളുകൾക്കൊക്കെ പൊതുവെ ഒരു ആക്ടിവിറ്റീസ് ആയിട്ട് മാസത്തോളം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഒരു ഹൈ ഡിപ്രസീവ് ആയിട്ടുള്ള ആളുകൾക്ക്, അല്ലെ ബോർഡർ ലൈൻ അല്ലെങ്കിൽ മൂഡ് ഡിസോർഡർ ഉള്ള ആളുകൾക്ക് ജേർണൽ കൊടുക്കുക എന്നുള്ളത്, നമ്മളൊരു ചോദ്യം അവർക്ക് കൊടുക്കുക ഡെയിലി ഒരു 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട്. ഇത് അവർക്ക് മാനസികാവസ്ഥയുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, ഇപ്പൊ ഒരു കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളായിട്ടുള്ള ചോദ്യമായിട്ട് അവർക്ക് കൊടുക്കാം. അത് അവര് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ചോദ്യം കൊടുക്കുന്നു, ആൻസർ ചെയ്യുക, എന്നിട്ട് ആൻസർ ചെയ്ത് നമുക്ക് അയച്ചു തരിക. പിന്നെ അതേപോലെ അടുത്ത ചോദ്യം ഇതേപോലെ നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്ത് പഠിക്കാനാവും,
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എങ്ങോട്ടാണ് യാത്രകൾ പോകാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അടുത്ത ചോദ്യം എന്താണ്, നിങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല 5 ക്വാളിറ്റികൾ എഴുതുക, അല്ലെങ്കിൽ എന്താണ് ഇതേ ഒരു പ്രശ്നം ഇതേപോലെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് നിങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും, മറ്റൊരാൾക്ക് വന്നു കഴിഞ്ഞാൽ. ഇങ്ങനെ ഉള്ള ചോദ്യങ്ങളാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് നമുക്ക് ജേർണൽ ആയിട്ട് കൊടുക്കേണ്ടത്. അത് അവരെ എന്താണ് കൂടുതലായി സ്ട്രെസ് ലെവൽ കൊടുക്കാതെ സ്പോട്ടിൽ എന്താണ് മനസ്സിലാ ചോദ്യത്തിന് ഉത്തരം വരുന്നത് അത് എഴുതുക എന്നുള്ളതാണ്. അതേ സമയത്ത് നോർമൽ ആയിട്ടുള്ള കേസുകളിൽ നമ്മൾ ജേർണൽ എഴുതാൻ ഒരാഴ്ചയോ 10 ദിവസമൊക്കെ ജേർണൽ അവരോട് പറയും, നിങ്ങളെ മനസ്സിൽ ദിവസം നിങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തെറാപ്പിക്ക് ശേഷം നിങ്ങൾ എന്തൊക്കെ ചിന്തകളാണ് മനസ്സിലൂടെ വരുന്നത് അതൊരു പേപ്പറിൽ പകർത്തുക. അത് രാവിലെ ആയിക്കോട്ടെ രാത്രി എപ്പോഴും അവരുടെ സമയത്ത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ക്ലയന്റിന്. എന്നിട്ട് ഒരാഴ്ചക്ക് ശേഷം നമ്മളെടുത്ത് അടുത്ത സെഷന് വരുന്ന ഈ എഴുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. എത്ര നെഗറ്റീവ് ഉണ്ട്, എത്ര പോസിറ്റീവ് ഉണ്ട് അതിൽ. എന്നിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരോട് അപ്പം തന്നെ വേറൊരു പേപ്പറിലേക്ക് മാറ്റി എഴുതാൻ പറയും. അത് നെഗറ്റീവ് എന്താണ് അവരെ കൊണ്ട് പെന്നുകൊണ്ട് തന്നെ അവരെ കൊണ്ട് തന്നെ വെട്ടി മായ്ച്ച് കറപ്പിച്ച് വളരെ പൂർണ്ണമായിട്ട് മായ്ച്ചു കളയും. എന്നിട്ട് ആ പോസിറ്റീവിൽ ഇപ്പോൾ 50 കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു 5 കാര്യമാണ് പോസിറ്റീവ് എങ്കിൽ ആ പോസിറ്റീവിൽ ഏറ്റവും നല്ലൊരു പോസിറ്റീവ് അവരെ ചോദിക്കും, ഇതിൽ നിങ്ങളിപ്പോ നിലവിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഈ ഇപ്പൊ നിങ്ങൾ എഴുതിയെന്നല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഏത് കാര്യമാണ് ചെയ്യാൻ പോകുന്നത്, ഏത് കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അത് അവരെ കൊണ്ട് സെലക്ട് ചെയ്തിട്ട് അത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. അവരുടെ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ നിറവേറ്റുക, അവർക്ക് എന്തൊക്കെയാണ് മുന്നോട്ട് പോകുക. ഇതാണ് ജേർണൽ പ്രോസസ്സിംഗ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ആഴ്ച കാണാം. ഓക്കെ അല്ലേ എല്ലാരും? ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു പാർട്ടിസിപ്പേറ്റിംഗ്. പുതിയ ഓക്കെ, ഒരു information പേപ്പിട്ട് ഞാൻ ഓക്കെ ഞാൻ ഇതിലൊക്കെ ഓക്കെ. ഏതായാലും എല്ലാ ആഴ്ചക്കും നമുക്ക് എല്ലാ ദിവസവും ഫ്രീ വെബിനാറുകളൊക്കെ ഉണ്ട്. അതിലൊക്കെ പറ്റുന്ന ആളുകൾ ജോയിൻ ചെയ്യുക. നല്ല ക്ലാസ്സുകളാണ് ഉള്ളത് ഇവിടെ. ഞാൻ മാത്രമല്ല, വർഷ മാമിന്റെ ഉണ്ട്, പുതിയ കുറെ ഫാക്കൽറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട് കൗൺസിലിംഗ് മേഖലയിൽ തന്നെയുള്ള. സർ, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണതും ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണതും. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഒരുപാട് താങ്ക്സ്. ഓക്കെ, താങ്ക് യു. സർ, ഒരേ എങ്ങനെ സമയം 2 ക്ലാസ് വരുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതേ സമയം വർഷ മാമിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഓടി വന്നു. എന്നിട്ട് അത് എടുക്കുമ്പോ അത് അങ്ങനെ വരുന്ന സമയത്തെ ഒരു പേപ്പറിൽ എഴുതുക ഏറ്റവും പോസിറ്റീവ് എനർജി കിട്ടുന്ന ഏത് ക്ലാസ് എന്നാണ്. 2 വേണേ. എന്നിട്ട് അപ്പൊ ആ ഏറ്റവും പോസിറ്റീവ് കിട്ടുന്ന എനർജി കിട്ടുന്ന ക്ലാസ്സിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. എനർജി കുറഞ്ഞു കിട്ടുന്ന ക്ലാസ്സിലേക്ക് പോകുക. കാരണം എന്താ പറയാ, നമ്മൾ എനർജി കിട്ടുന്നേ പോവരുത്. എനർജി കുറഞ്ഞ ലോ ക്വാളിറ്റി ആണ് ആള്. ഇനിയിപ്പോ എന്റേതാണ് വളരെ മോശമാണ്, വലിയ കാര്യമായിട്ടൊന്നും കിട്ടൂല, വർഷയാണ് ആള് സൂപ്പർ എന്നെങ്കിൽ അവിടെ പോവാതെ ഇങ്ങോട്ട് വരിക. അത് അവിടെ എന്തായാലും അത് 3rd ക്ലാസ് ആയ കാരണം കണ്ടിന്യൂഷൻ പോയാലോ വെച്ചിട്ട് അതില് കേറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സാറിന്റെ നോക്കിയപ്പോ സാറിന്റെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ ഇപ്പൊ ലാസ്റ്റ് ഭാഗം കിട്ടുള്ളൂ. പിന്നെ ഇനിയിപ്പൊ യൂട്യൂബ് നോക്കേണ്ടി വരും. സാർ റെക്കോർഡിംഗ് ഉണ്ടല്ലോ. ഞാനങ്ങനെ പൊതുവെ ഈ സ്കീമിന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഉണ്ട്. 3 days വർക്ക്ഷോപ്പ് ഉണ്ട്. പിന്നെ CBTന്റെ 5 days ഉണ്ട്. CBTന്റെ ഗ്രൂപ്പിൽ വരും. ഇപ്പൊ CBT വേറെ ആരൊക്കെയോ എടുക്കുന്നുണ്ടല്ലോ, അത് ഡിഫറെന്റ് ആണോ? ഈ അക്കാദമി ഞാൻ മാത്രമേ എടുക്കുന്നുള്ളൂ. വേറെ ആരെയും കണ്ടൂലോ ഞാന്. ഇല്ല, അറിയില്ല. എനിക്ക് അത് വേറെ അക്കാദമിയിലായിരിക്കും. എടുക്കുന്നത് അത് തന്നെയാണോ അല്ല ഡിഫറെന്റ് ആണോ? CBT എല്ലാവരും ഒന്നും എടുക്കുക, വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ലല്ലോ. എടുക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ബിക്കോസ് ഐ വാണ്ട് ടു ജോയിൻ. നമ്മളെപ്പോഴും എന്ത് കിട്ടും എന്നല്ലേ ആലോചിക്കുന്നത്. അതെ, മുമ്പ് CBTയിൽ 5 days ആയിരുന്നു നമ്മൾ ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ 2 മാസത്തെ ഒരു കോഴ്സ് കഴിഞ്ഞു, അവരെ ഒരു ബാച്ച് കഴിഞ്ഞു. കാരണം അതിൽ CBT പൂർണ്ണമായിട്ടും എന്താണെന്നുള്ളത് പഠിപ്പിക്കുകയാണ്. ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ പോലെ കിട്ടിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ജോയിൻ ചെയ്ത ആളുകൾ. അതേപോലെ നമുക്ക് ഉണ്ട്, അടുത്ത ബാച്ച് ഉടൻ തുടങ്ങും. അടുത്ത മാസങ്ങളിലായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ വരും.
എനിക്ക് സാറിന് അത് കഴിഞ്ഞ പ്രാവശ്യത്തെ പറ്റിയില്ല. ആ റെഡി ആയിട്ടുണ്ടാവില്ല അല്ലേ? ആ അതെ അതെ. ഓക്കെ ഓക്കെ, നമ്മൾ സെറ്റ് ആക്കി എടുക്കാം. ഉം. എന്നാ ഓക്കെ, ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ സാറേ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, താങ്ക് യു.